മാത്രമുള്ള ഒരു വീട് പോലെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ആ കസേരയിൽ ആരിയ്ക്കുന്നോ അയാളാണ് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മേൽ ഭരണം നടത്തുന്നത്. നേരത്തെ നമ്മളുടെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് നമ്മളുടെ കാർണൽ സെൽഫ്, അല്ലെങ്കിൽ കേടുപറ്റിയ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തോട് ആഭിമുഖ്യമുള്ള പിശാചിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പിശാച് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെൽഫായിരുന്നു, നമ്മളുടെ സ്വയമായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. സ്വയം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഭരിച്ചിരുന്നത് ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മൾ ഭരിച്ചത് ശരിക്കും പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ കസേരയിലിരിക്കുന്നത് സെൽഫാണെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചത് ശരിക്കും പിശാചാണ്. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. പണ്ട് ഫോർഡ് സ്കാമിൽ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അപ്പോൾ റാബ്രി ദേവിയെ കയറ്റി സിംഹാസനത്തിലിരുത്തി. പക്ഷേ ഭരിക്കുന്നത് ലാലു തന്നെ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സെൽഫാണ് മുന്നിൽ വന്നിരിക്കുന്നതെങ്കിലും പുറകിലിരുന്ന് ഭരിക്കുന്നത് ആര് തന്നെയായിരുന്നു? പിശാച് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം പിശാചിന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നതായ സമയത്താണ് യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ കാർണൽ സെൽഫിനെ വലിച്ച് താഴെ ഇറക്കി 3 ആണികളിൽ ക്രൂശിച്ചിട്ട് ആ സിംഹാസനത്തിലേക്ക് യേശുവിനെ കയറ്റിയിരുത്തി അവിടെ യേശു ഭരണം നടത്തുന്നത്. അതാണ് വാസ്തവത്തിൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. എന്നാൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയും നടപ്പീൻ എന്ന കൊലോസ്യ ലേഖനത്തിലെ വാക്യം നമ്മൾ വായിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിലും പിന്നീടുള്ള നാളുകളിൽ നമ്മൾ സ്വീകരിച്ച യേശുവിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുകയാണ്, അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ പാത പിന്തുടരുക. അവൻ കാലെവിടെ വെച്ചോ അവിടെ നമ്മുടെ കാലും വെക്കുക എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവൻ പോയ പാതയൊഴികെ വേറെ ഒരു പാതയും നമുക്ക് പിൻപറ്റുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസ് 14 അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യം, അങ്ങനെ തന്നെ നിങ്ങൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിടിയുന്നില്ല എങ്കിൽ ഒരുവന് എൻ്റെ ശിഷ്യനാകുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമുക്കുള്ളതിനെ ഉപേക്ഷിക്കണം, നാം നമ്മെ തന്നെ ഉപേക്ഷിക്കണം. ഈ 2 കാര്യങ്ങളാണ് അവനെ അനുഗമിക്കുന്നതിൻ്റെ അത്യന്താപേക്ഷിത ഘടകമായി, അല്ലെങ്കിൽ അനിവാര്യതയായി, ഇന്നൊവേറ്റബിലിറ്റി എന്ന് പറയുന്ന അതായിട്ട് നമ്മൾ കണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡിനൈ എവറിതിങ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ളതെല്ലാം, പക്ഷെ നമുക്കുള്ളതെല്ലാം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നാം നമ്മെ തന്നെ ത്യജിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കുള്ളതെല്ലാം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവസാനം നാം എന്ന് പറയുന്നത്, നിങ്ങളെ സ്റ്റോറിയിൽ കേട്ട ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ്, അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തു. പക്ഷെ അവസാനം ഇത് കൊടുക്കാൻ പോകുന്ന, സ്വർഗരാജ്യം കൊടുക്കാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്ന ആൾ പറഞ്ഞു, പക്ഷേ യു ഹാവ് അനദർ വെൽത്ത് ദാറ്റ് യു ഹാവ്, ആൻഡ് ദാറ്റ്സ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ദാറ്റ് യു ഹാവ്. ഇറ്റ് ഈസ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കുള്ളതിനെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ നമ്മളെ ഉപേക്ഷിക്കാതിരിക്കാൻ കഴിയും. അങ്ങനെ പല ആളുകളുണ്ട്, അവർ സെൽഫിൻ്റെ ആളുകളാണ്. എന്നാൽ നമുക്കുള്ളതിനെ ഉപേക്ഷിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതിനെ ഉപേക്ഷിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട കാര്യം, ഞാൻ എന്നെ തന്നെ ത്യജിച്ചിട്ടാണോ ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? എന്നെ തന്നെ ത്യജിക്കുമ്പോൾ പിന്നെ ഞാൻ ഇല്ല. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. എന്നിൽ ജീവിക്കുന്നത് യേശുവാണ് എന്ന് നമ്മൾ കണ്ടു. ക്രൂശ് എന്ന് പറയുന്നത് മരണത്തിൻ്റെ സിമ്പലാണ്. അത് ഒരിക്കലും ഒരു സഫറിങ്ങിൻ്റെ സിമ്പലല്ല, പ്രത്യുത മരണത്തിൻ്റെ സിമ്പലാണ്. അതുകൊണ്ടാണ് പിലാത്തോസ് പറഞ്ഞു, ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇല്ല, അവനെ ക്രൂശിച്ചല്ലേ പറ്റുള്ളൂ. കാര്യം ക്രോസ് മീൻസ് ഡെത്ത്. അതിൽ കുറഞ്ഞൊരു കാര്യമല്ല. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ്, അതിൽ കുറഞ്ഞൊരു കാര്യമല്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എന്താണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ ക്രൂശ എടുത്തുകൊണ്ട് തന്നെ നടക്കട്ടെ. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇന്നലെ അവസാനം പറഞ്ഞു നിർത്തിയത്. എന്താണ്, ക്രൂശിക്കപ്പെടുവാനായിട്ട് വിധിക്കപ്പെട്ട ഒരു വ്യക്തി എവിടെ വെച്ച് ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടുവോ അവിടെ മുതൽ അവൻ ക്രൂശിക്കപ്പെടേണ്ട ആ സ്ഥലം വരെയും അവൻ ക്രൂശിക്കപ്പെടേണ്ട ക്രൂശ എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ള അവൻ്റെ ചുമതലയാണ്. അത് അവൻ്റെ ഡ്യൂട്ടിയാണ്. യേശു അതുകൊണ്ടാണ് ആ ഭാരമേറിയ ചുമട് ആയ കുരിശ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നത്. എന്നാൽ മറ്റാരും അതെടുക്കാൻ തയ്യാറാകാതിരുന്ന അതിൻ്റെ ക്രൂശിൻ്റെ ഭാരം കൊണ്ട് മാത്രമല്ല, പ്രത്യുത ക്രൂശ് എടുത്തുകൊണ്ട് ഒരുത്തൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവന് ചില മണിക്കൂറുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് യേശു തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് പ്രധാനമായും ഇതാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ പോലെ വേണം അവൻ എന്നെ അനുഗമിക്കുവാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ എന്നാൽ പിന്നെ 2 ഏക്കർ വസ്തുക്കൾ എഴുതിച്ചേക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോവുകയില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം ഓർക്കണം. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, കൺസിഡർ ദിസ് ഡേ ആസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. പക്ഷേ വേദവസം പറയുന്നതല്ല, കൺസിഡർ ദിസ് ഡേ ആസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസം ഇന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും, ആ രീതിയിൽ വേണം നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാൻ. നാളെ എനിക്ക് മറ്റൊരു ദിവസമില്ല എന്നുള്ള നിലയിൽ. മറ്റൊരു ദിവസമില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് എല്ലാവരോടും പിണങ്ങിയിരിക്കാൻ നോക്കുമോ?
ഇനി നാളെ വൈകുന്നേരം നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ വെളുപ്പിനെ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എന്നാൽ പിന്നെ രണ്ടുപേരോടെ കുത്തിക്കൊല്ലാമെന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? എനിക്ക് ആരോടും പിണക്കമില്ലാതെ ആരോടും കർത്താവിൻ്റെ, ഇഫ് യു ആർ എ സൺ ഓഫ് ഗാഡ്, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുമായിട്ടും നിരപ്പ് പ്രാപിക്കാനായിരിക്കും പരിശ്രമിക്കുന്നത്. തീർച്ചയായും ആ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സകല ടെലിഫോൺ നമ്പറും വിളിച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ആളുകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. കാര്യം യു ഹാവ് ഓൺലി 1 day ലെഫ്റ്റ്. വാസ്തവത്തിൽ അതുപോലെയുള്ള ഒരു ലൈഫാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ശരിക്കും 11th അവറിൽ വന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ പോലെയുള്ളൊരു മനോഭാവത്തോടുകൂടെ വേണം ഓരോ ദിവസവും നമ്മൾ ജീവിക്കാൻ. ഓക്കെ, ക്രൂശ് എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു നമ്മളോട് ക്രൂശ് എടുക്കാൻ പറയുന്നതിന് മുമ്പ് അവൻ ക്രൂശ് എടുക്കുന്നതിന് തീരുമാനമെടുത്തതിന് ശേഷമാണ് നമ്മളോട് ക്രൂശ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. യേശു ക്രൂശ് എടുക്കുന്നത്, ശരിക്കും യേശു ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് the cross that we see on Calvary. It was the cross of Jesus Christ. In fact, he was taking up his cross. ആ ക്രൂശിലാണ്, കാൽവറി ക്രൂശിലാണ് അവൻ മരണമടഞ്ഞതെങ്കിലും ആ ക്രോസ് എക്സ്പീരിയൻസ് യേശുവിൻ്റെ ജീവിതത്തിൽ ഫ്രം ദ വെരി ബിഗിനിങ്. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ആയി എന്നുള്ളത് കട്ട് ചെയ്യുന്നതാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ക്രോസ് എന്ന് പറയുന്നത് ആയി കട്ട് ചെയ്യുന്ന ആ ഒരു അനുഭവം, അതായത് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാത്തൊരു അനുഭവം, അതാണ് ശരിക്കും ക്രോസ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും അവന് വേണ്ടി ജീവിച്ചിട്ടില്ല. He was living always for others. So all his life he was taking up his cross. You understand what I say? In fact, he was crucified when he was 33 years old. But he was taking up his cross daily all his life. അവൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൻ ക്രൂശ് എടുത്തുകൊണ്ടാണ് നടന്നത്. ഫ്രം ദ വെരി ബിഗിനിങ്. തിങ്ക് അബൌട്ട് ഹിസ് ബർത്ത്. അവൻ്റെ ജനനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനനത്തിൻ്റെ കാലം മുതൽ ജനിച്ച് വീഴാനായിട്ട് ഒരു സ്ഥലമില്ലാത്ത അവന് ജനിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഈ സത്രത്തിൽ സ്ഥലമില്ലായ്ക കൊണ്ട് അവനെ പശുത്തൊഴുത്തിൽ കിടത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശുത്തൊഴുത്തിലാണ് അവൻ ജനിച്ചതെന്ന് പോലും പറയുന്നില്ല. ദാറ്റ് മീൻസ് അതുപോലെ ജനിച്ചു വീഴുവാൻ ഒരു പശുത്തൊഴുത്ത് പോലും ഇല്ലാതിരുന്ന ആള്. പശുത്തൊഴുത്തിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതുപോലും കൃത്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞിട്ട് അവനെ കിടത്താൻ സ്ഥലമില്ലായകയാൽ എന്ത് ചെയ്തു? പശുത്തൊഴുത്തിൽ അവനെ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ഹിസ് ഡെത്ത്, ഇൻഫൻസിയുടെ ആദ്യത്തെ ദിവസം മുതൽ ഹി വാസ് ടേക്കിംഗ് അപ്പ് ഹിസ് ക്രോസ്. ആൻഡ് തിങ്ക് അബൌട്ട് ഹിസ് ഫ്ലീയിങ് ഫ്രം നാസറത്ത്, ഫ്രം ഇവിടെ ജുഡിയായിലെ ബത്ലഹേമിൽ നിന്ന് ഈജിപ്റ്റ് വരെ ഓടിപ്പോകേണ്ടതായ ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അവൻ്റെ ഏറ്റവും ഇൻഫൻസിയിൽ മെനി ഓഫ് ദ ടൈംസ് ഹി വാസ് ലിവിങ് ഇൻ ഈജിപ്റ്റ്. ശരിക്കും ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യൻസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോപ്റ്റിക് ക്രിസ്ത്യൻസിൽ പലരുടെയും വായനയിൽ ഉള്ളത്, പലപ്പോഴും കോപ്റ്റിക് ക്രിസ്ത്യൻസിൻ്റെ വായനയിലുള്ള അല്ലെങ്കിൽ അവരുടെ വേദപുസ്തകത്തിനകത്ത് നല്ലൊരു ശതമാനം കഥകളും പറയുന്നത് ഇൻഫൻറ്റ് ജീസസ് അവിടെ ഈജിപ്തിൽ വന്നപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അവരുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗത്തോടുകൂടെ ഞാൻ കുറേ ആഴ്ചകൾ ഞാൻ ഈജിപ്തിൽ താമസിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ വെരി ഇൻഫൻസി ടൈം ഹി വാസ് ഫ്ലീയിങ്. അവന് ഒരു വീടില്ലായിരുന്നു മാത്രമല്ല, അവൻ ഓടി നടക്കേണ്ട ഒരു ജീവന് വേണ്ടി പരക്കം പായേണ്ട ഒരു സ്റ്റേജ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ പോയാലും കർത്താവിന് മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും നമുക്ക് നേരിടാൻ കഴിയുന്ന ഏത് പരിശോധനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ നമുക്ക് ഒരു വിശ്വസ്ത മഹാപുരോഹിതനാകുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതായത് ഒരു അഭയാർത്ഥിയുടെ ലൈഫ് എന്താണെന്നും, ഞാൻ അഭയാർത്ഥികളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഈജിപ്തിലുണ്ടായ സമയത്ത് സുഡാനിൽ നിന്ന് ഓടി വന്നിട്ടുള്ള അഭയാർത്ഥികളായ സുഡാനീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന മൊസാംബിക്കിൽ നിന്ന് സിവിൽ വാറിൻ്റെ സമയത്ത് മലാവിയിലേക്കും മറ്റ് ഫ്രീ കൺട്രീസിലേക്ക് കിലോമീറ്ററുകൾ ഓടിപ്പോയിട്ടുള്ള ഗർഭിണികളായ സ്ത്രീകളുടെ സ്റ്റോറീസ്, അവരുടെ മക്കൾ അങ്ങനെ ഓടിപ്പോയ ആളുകൾ, അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ആ റെഫ്യൂജീസിൻ്റെ ട്രബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യേശു പറഞ്ഞു കേൾക്കുക മാത്രമല്ല, ഒരു റെഫ്യൂജിയുടെ സ്റ്റേജിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റെഫ്യൂജിക്ക് പോലും പറയാൻ പറ്റത്തില്ല, ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല യേശുവേ, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് യേശുവിനോട് പറയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും അതിന് സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ? എത്ര അത്ഭുതകരമായിരിക്കുന്നു എന്ന് തന്നെയല്ല, ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രോസ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ ഹി വാസ് ടേക്കിംഗ് അപ്പ് ഹിസ് ക്രോസ് ഇൻ ഓൾ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഹി വാസ് ടേക്കിംഗ് അപ്പ് ഹിസ് ക്രോസ്. ഒരു പക്ഷേ കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെടുമ്പോഴാണ് അവൻ മരണം
അനുഭവിക്കുന്നതെങ്കിലും ജീവിതത്തിൽ അവൻ കുരിശ് എല്ലായ്പ്പോഴും അനുഭവിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് ഒരു ശരിയായ വാസ്തവമായിരിക്കേണ്ടതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വാസ്തവമായിരിക്കണം. ഒരുപക്ഷെ കാൽവറി ക്രൂസിനെ പോലെ ഒരു ക്രൂസിൽ മരിക്കപ്പെടാനുള്ള ഭാഗ്യമൊന്നും, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു ഭാഗ്യമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയിരുന്നിരിക്കും. പക്ഷേ യേശു ജീവിതത്തിൽ ക്രൂശ് വഹിച്ചുകൊണ്ട് നടന്നതുപോലെ നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ട് നടക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം. ഒരുപക്ഷെ കൊല ചെയ്യപ്പെടുന്ന ഒരു വലിയ മഹാഭാഗ്യം, യേശു കർത്താവിന് വേണ്ടി കൊല ചെയ്യപ്പെടുന്ന ഒരു മഹാഭാഗ്യം നമുക്കുണ്ടാവുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായും ഭാഗ്യവാന്മാരായ ആളുകൾ. അതിനും തക്കവണ്ണമുള്ള കഴിവൊന്നും അല്ലെങ്കിൽ അതിനും തക്കവണ്ണമുള്ള യോഗ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ആളുകളോട് എനിക്ക് രക്തസാക്ഷിയായി മരിക്കണമെന്നൊക്കെ പറയും. ഞാൻ പറയാറുണ്ട്, എൻ്റെ പൊന്നു സഹോദര, രക്തസാക്ഷിയായി മരിക്കണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. അതുപോലൊരു ജീവിതം ജീവിച്ചിട്ട് രക്തസാക്ഷിയായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ കയറി അങ്ങ് രക്തസാക്ഷിയായിട്ട് മരിക്കണമെന്ന് പറഞ്ഞാലൊന്നും മരിക്കാനൊന്നും പറ്റത്തില്ല. രക്തസാക്ഷിയായിട്ട് ജീവിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യം. രക്തസാക്ഷിയായിട്ട് നമ്മളൊന്ന് ജീവിക്കും. അത് കഴിയുമ്പോൾ ദൈവം നിശ്ചയിക്കും നമുക്ക് രക്തസാക്ഷിയായിട്ട് നമ്മൾ മരിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം. ആൻഡ് തിങ്ക് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. ഏറ്റവും ചെറിയ പ്രായത്തിൽ പിതാവ് മരിച്ചെന്നാണ് പാരമ്പര്യം പറയുന്നത്. 12 വയസ്സിൽ അവൻ്റെ പിതാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷേ അതിനുശേഷം പിതാവിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ആ സമയം മുതൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും തോളിലേറ്റി വളർന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും, മൂത്ത മകൻ എന്നുള്ള നിലയിൽ തീർച്ചയായും കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും. എന്ന് തന്നെയല്ല, ഒരു ചെറിയ കുടുംബമായിരുന്നു മറിയയുടെ കുടുംബമെന്നല്ല നമ്മൾ കാണുന്നത്. ഇവൻ്റെ സഹോദരന്മാരായ യാക്കോബ്, യോസെ, യൂദ മുതലായവരെല്ലാം നമ്മുടെ കൂടെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് എ ബിഗ് ഫാമിലി ആൻഡ് ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് എവറിബഡി ആൻഡ് ഹി വാസ് വർക്കിംഗ് ഹാർഡ്. അവൻ്റെ വർക്ക്ഷോപ്പിൽ, അവൻ്റെ കാർപ്പൻട്രി ഷോപ്പിൽ ഹി വാസ് വർക്കിംഗ് ഹാർഡ്. എന്തിന്? അവരുടെ ബോത്ത് എൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഹി ഹാഡ് ടു വർക്ക് ഹാർഡ്. അപ്പോൾ അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പുലർത്തുന്ന ഒരു വ്യക്തിക്കും കർത്താവേ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാകത്തില്ലെന്നുള്ളത് പറയാൻ കഴിയത്തില്ല. ബിക്കോസ് ജീസസ് വാസ് അണ്ടർഗോയിങ് ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഓൾ ദി എക്സ്പീരിയൻസസ് ദാറ്റ് വി മൈറ്റ് face in this life, Jesus already was undergoing all that kind of experiences, and you can easily go to him and say, Lord, this is my problem, because he understands you. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. And also he was misunderstood even inside the family. Even his own family members, his brothers, could not understand who he was. അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അവൻ ദൈവത്തിനാണെന്നുള്ള കാര്യം അവൻ്റെ സ്വന്തം കുടുംബത്തിലെ സഹോദരന്മാർക്ക് പോലും ശരിക്കും മനസ്സിലായിട്ടില്ല. അവരുടെയൊക്കെ ചിന്ത ഇവൻ പ്രശസ്തനാകാൻ പരിശ്രമിക്കുന്ന ഒരാളാണ്, ഇല്ലേ? പലപ്പോഴും ആളുകളുടെയൊക്കെ പ്രശ്നം അതാണ്. യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ അവൻ്റെ സ്വന്തം സഹോദരന്മാർക്ക് പോലും മനസ്സിലായില്ല. പിന്നെ എന്തിനാ സഹോദരന്മാരെ എൻ്റെ സഭയിലുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്? യേശുവിൻ്റെ സ്വന്തം വീട്ടിൽ അവൻ്റെ കൂടെ താമസിച്ചവർക്ക് പോലും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇല്ലേ? അവൻ്റെ സ്വന്തം സഹോദരന്മാർക്ക്. അതുകൊണ്ട് മറ്റൊരാളാൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും നമുക്ക് പറയാൻ കഴിയും, യേശുവേ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നിനക്ക് തീർച്ചയായും അത് മനസ്സിലാക്കാൻ കഴിയും. കാര്യം നിൻ്റെ സ്വന്തം ഭവനത്തിൽ നീ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഓൾസോ ഫൈനലി വി സീ ദ ഫൈനൽ എൻകൗണ്ടർ. അതാണ് വാസ്തവത്തിൽ കാൽവറി ക്രൂസിൽ നമ്മൾ കാണുന്നത്. It was time for final settlement. In fact, it was a big battle. The battle with Satan, it was not just on Calvary. From the very beginning of the life of Jesus Christ, it was a battle. യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ ദിവസം മുതൽ പിശാചുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ ജീവിതം. എന്നാൽ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ സമയമായിരിക്കുകയാണ്. ആ ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്താണ് യേശു കർത്താവ് ക്രൂശിനെ കുറിച്ച് സംസാരിക്കുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 31-ാമത്തെ വാക്യം, chapter 12 verse 31, when we read it, we read, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. എപ്പോൾ? when I am crucified. ഞാൻ ക്രൂശിക്കപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അതായത് it is the final stage, final thing of the battle, the final victory. The final victory happens on the cross. ക്രൂശിലാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ പ്രഭുവിനെ തള്ളിക്കളയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പ്രഭുവിനെ തള്ളിക്കളയുക എന്ന് പറയുന്നതാണ് ശരിക്കും ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്താണ് യേശുവിൻ്റെ ക്രൂശ് നമുക്ക് നേടിത്തന്നതായ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകത്തിൻ്റെ പ്രഭുവിനെ യേശു തൻ്റെ ക്രൂശിലൂടെ പുറത്ത് തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ ക്രൂശിൻ്റെ പ്രത്യേകത ഇതാണ്.
ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് ഇന്ന് വാസ്തവത്തിൽ ഇന്നലെ അവൻ നമ്മുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട്. എന്താണ്? യേശു ക്രൂശിക്കപ്പെട്ടതിന് അല്ലെങ്കിൽ ക്രൂശ് എടുത്തതിന് ശേഷമാണ് നമ്മളോട് ക്രൂശ് എടുക്കാൻ ആവശ്യപ്പെടുന്നത്. യേശുവിൻ്റെ ക്രൂശ് എങ്ങനെ, എൻ്റെ ക്രൂശ് എങ്ങനെ? ദ ക്രോസ് ഓഫ് ജീസസ് ആൻഡ് ദ ക്രോസ് ഓഫ് മൈൻ, ഇതിൻ്റെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജാണ്. യേശുവിൻ്റെ ക്രൂശ് എന്താണ് ചരിത്രത്തിൽ, അല്ലെങ്കിൽ എന്തായിരുന്നു യേശുവിന് ക്രൂശ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിച്ചത്, ഇല്ലേ? ഫസ്റ്റ് ഡേയിൽ അവനെ അല്ലെങ്കിൽ അവനെ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകതകളാണ് പഠിച്ചത്. രണ്ടാമത്തെ ദിവസം അവനെ അനുഗമിക്കുന്നതിൻ്റെ എന്താണ് അതിൻ്റെ അനിവാര്യത എന്നുള്ളതാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശുവിൻ്റെ ക്രൂശ് നമുക്ക് എന്ത് നേടിത്തന്നു. നാളെ നമ്മൾ ക്രൂശ് എടുക്കുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് എന്നെ വളരെ സ്വാധീനിച്ച, ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗമാണിത്. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബേത്സായിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും. ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളൊക്കെ വായിക്കണമെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് വായിക്കണമെന്നാണ് ചിന്തിച്ചത്. പിന്നെ വേറെ കാര്യമുണ്ട്, പണ്ടൊക്കെ അങ്ങനെ മതിയായിരുന്നു വിശ്വാസികളുടെ യോഗത്തിലൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഇത് വായിച്ചില്ലെങ്കിൽ ഈ ഭാഗം എന്താണെന്നൊക്കെ പറഞ്ഞാലൊന്നും നമ്മുടെ പിള്ളേർക്കൊന്നും അറിയില്ല. നമ്മുടെ പിള്ളേർക്കല്ല, വലിയവർക്ക് തന്നെ ഇപ്പോൾ അറിയാൻ വയ്യാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു പോയാൽ മതി, കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. കാര്യം ഈ വേദഭാഗത്തിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. യവനന്മാരായ ആളുകളും കൂടെ, ഞാൻ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്തതിനെ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. യവനന്മാരായ ആളുകൾ പള്ളിയിൽ നമസ്കരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിൻ്റെ അടുത്ത് ചെന്നു. എന്താ പറഞ്ഞെന്നുള്ളത് കൃത്യമായിട്ട് യോഹന്നാൻ ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശുവേ, ഇതാ ഇപ്പോൾ യഹൂദന്മാർ മാത്രമൊന്നുമല്ല, യവനന്മാരും നിൻ്റെ പ്രസംഗം കേൾക്കാനും നിന്നെ അറിയാനും ഒക്കെ ആയിട്ട് വന്നു തുടങ്ങി. നിൻ്റെ പേരിപ്പോൾ ഇവിടെ ചില്ലറ കാര്യമൊന്നുമല്ല, ഇത് ലോകം മുഴുവൻ അങ്ങ് വ്യാപിക്കുകയാണ്. കണ്ടില്ലേ, ഇതാ അവർ വന്ന് ഞങ്ങളെ തന്നെ യജമാനനെന്നാണ് വിളിച്ചാൽ, ഞങ്ങളങ്ങ് വിരണ്ടു പോയി. നിന്നെ മാത്രമല്ല, ഇപ്പം ഞങ്ങളെയും അവരെന്താ വിളിക്കാൻ തുടങ്ങി, യജമാനനെന്നൊക്കെ വിളിച്ചാണ് ഞങ്ങളോടും സംസാരിക്കുന്നത്. അതുകൊണ്ട് വാ, അവരുടെ മുമ്പിലോട്ടൊന്ന് നീ ഒന്ന് പ്രത്യക്ഷപ്പെടും. യേശു പറഞ്ഞു, ഇപ്പം ഞാൻ വരുന്നില്ലെന്ന്. എന്താ വരാൻ? യേശു എന്തുകൊണ്ടാണ് യവനന്മാർ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ഒരു ദർശനം കൊടുക്കാൻ, നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർശനം കൊടുക്കാൻ എന്തുകൊണ്ട് യേശു തയ്യാറായില്ല? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. യുനോ വൈ? എന്തുകൊണ്ടാണ് ഈ യവനന്മാർ യേശുവിനെ കാണാൻ വന്നത്? യുനോ വൈ? അവൻ ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ടാണ്. നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. യേശു ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ട് അവൻ്റെ പേര് വളരെ പ്രശസ്തമായി തീർന്നു. അവൻ്റെ പേര് മാത്രമല്ല, ലാസറിൻ്റെ പേരും പ്രശസ്തമായി തീർന്നു. യേശുവിനെ കാണാനും ലാസറിനെ കാണാനും ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ ഈ യവനന്മാരുടെ ചെവികളിൽ എത്തിയ യേശുവിൻ്റെ പേര് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ലാസറിനെ ഉയർപ്പിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു എന്ന പേരുമായിട്ടാണ്. ആ പേര് കേട്ടതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ യവനന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നത്. യേശു പറയാണ്, എനിക്ക് അവരെ കാണാൻ മനസ്സില്ല. എന്തുകൊണ്ട് മനസ്സില്ല? ലാസറിനെ ഉയർപ്പിച്ച യേശുവായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് മനസ്സില്ല എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ, എനിക്കറിയാവുന്ന നിങ്ങളുടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന, ഇന്ത്യയിൽ എല്ലായിടത്തും പ്രസംഗിച്ച് നടക്കുന്ന ഒരു ബ്ലാക്ക് അമേരിക്കൻ പ്രീച്ചറുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞ് നോട്ടീസ് അടിച്ച കൂട്ടത്തിൽ ഞാൻ 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾ നോട്ടീസ് എഴുതി കൊടുത്തു. അത് അടിച്ചില്ല. ആ രാജ്യം ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് അവരത് അടിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ നോട്ടീസ് മാറ്റി അടിച്ചില്ലേ വരത്തില്ലെന്ന്. മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്നുള്ള നോട്ടീസ് അടിച്ചില്ലെങ്കിൽ വരത്തില്ലെന്ന്. നിങ്ങളൊക്കെ പലപ്പോഴും പോയി കേട്ടിട്ടുള്ള പ്രസംഗം കേട്ടിട്ടുള്ള ആളാണ്. അങ്ങനത്തെ പാർട്ടികളാണ് ഇന്നത്തെ പുതിയ പാർട്ടികൾ. പക്ഷേ യേശു പറയുകയാണ്, എന്ത്? യേശു പറയുന്നത്, മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ എനിക്ക് യവനന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണ്ട എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ പ്രത്യക്ഷപ്പെടണം? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് രസമാണ്. എന്താണ്? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ പോകുന്നില്ല, തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമേ പോകുന്നുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? ഇതിനേക്കാളും വലിയ തേജസ് തന്നെ അല്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചതിനേക്കാളും വലിയ തേജസ് തന്നെ നമ്മുടെ നോട്ടത്തിൽ. പക്ഷെ എന്താണ് യേശു പറയുന്നത്? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ തേജസ്കരണം എന്ന് പറയുന്നത്
ക്രൂശീകരണം ആണ് എന്ന് യേശുവോട് പറയുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നോട്ടത്തിൽ അത് ക്രോസ് ഒരു നോർമലി എന്താണ്, മരണം എന്ന് പറയുന്നത് തേജസ്കരണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ യേശു പറയാണ്, യവനന്മാരെന്നെ അറിയുന്നത് ലാസറിനെ ഉയർപ്പിച്ച യേശു എന്ന നിലയിലല്ല, ക്രൂശിക്കപ്പെട്ട യേശു എന്ന നിലയിൽ മാത്രം യവനന്മാരെന്നെ അറിഞ്ഞാൽ മതി. ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുവാനാണ് നമ്മുടെ മോഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് എല്ലാവർക്കും മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ, അതുകൊണ്ടാണല്ലോ കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, നിങ്ങളും വാ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, യേശു എവിടെങ്കിലും ഇങ്ങനെ പറഞ്ഞ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്മാരൊക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളൊക്കെ കേൾക്കുന്നതാണല്ലോ, ഞാൻ മാവേലിക്കരയായിരുന്നപ്പോൾ 3 ഭൂതങ്ങളെ പുറത്താക്കി, ചെന്നിത്തലയായിരുന്നപ്പോൾ 4 ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കി, ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയോ എന്നുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ പറയുന്നത്. യേശു പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കഫർനഹൂമിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ നസറത്തിലായിരുന്നപ്പോൾ 4 പക്ഷവാത രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണോ യേശു ശുശ്രൂഷ തുടങ്ങിയത്? ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തങ്ങ് പോയാൽ മതി, വലിയ വീരവാദമൊന്നും അടിക്കണ്ട. എന്തിനാ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? സെൽഫിൻ്റെ പ്രൊജക്ഷൻ അല്ലാതെ വേറെ എന്താ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. What else is happening? This is the biggest problem in the ministry in these days. I just want to say that if you want to be a minister of Jesus Christ, imitate him. അവനെ പോലെയാകാനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ ഉയർപ്പിച്ചവൻ എന്ന നിലയിൽ പേരെടുക്കാനുള്ള ഏത് സാധ്യതയെയും അവഗണിച്ചുകൊണ്ട് അങ്ങനെ ആളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമില്ലാതെ ചത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്ന, ക്രൂശിക്കപ്പെട്ടിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ചെല്ലുന്നത്, യവനന്മാരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് മരിച്ചവരെ ഉയർപ്പിച്ച യേശുവായിട്ടായിരിക്കുക ഇല്ല എന്ന് തീരുമാനമെടുത്ത യേശുവാണ് എൻ്റെ കർത്താവ്. അവൻ പറയുകയാണ്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അതൊരു വലിയൊരു ഫാക്റ്റാണ്. വെൻ എ ഗ്രെയിൻ ഈസ് ഫോളിങ് ഡൗൺ, what happens? വെറുതെ ഇരുന്നാൽ, ഒരു ഗോതമ്പ് മണി വെറുതെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ അത് അതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന വലിയൊരു കാര്യം ഉണ്ടെന്നാണെന്നറിയാമോ? അതിൻ്റെ ഔട്ടർ സ്കിൻ ഈസ് ബ്രോക്കൺ. അതിൻ്റെ പുറന്തോട് എന്ത് ചെയ്യുകയാണ്? പൊട്ടുകയാണ്. ആ പുറന്തോട് പൊട്ടുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് മുള പൊട്ടി വരുന്നത്. ജീവിതത്തിൽ ജീവൻ്റെ പുതുക്കം പ്രാപിക്കാൻ നമ്മുടെ ഔട്ടർ സ്കിന്നിൻ്റെ തകർച്ച അത്യാവശ്യമാണ്. അങ്ങനെ തകർക്കപ്പെടുന്നത് എപ്പോഴാണ്? വെൻ യു ആർ ഓൺ എ ക്രോസ്. നിങ്ങളുടെ ക്രോസ് എക്സ്പീരിയൻസിലൂടെ തകർക്കപ്പെട്ടാൽ മാത്രമേ കർത്താവ് നിങ്ങളിലേക്ക് പകരുന്ന നിത്യജീവൻ്റെ മുള നിങ്ങളിൽ നിന്ന് പൊട്ടുവാനിടയാവുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശ് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. യു ടേക്ക് എ ഗ്രെയിൻ ഓഫ് എ വീറ്റ്, what happens? You just put it somewhere for 10 years, nothing is going to happen. 10 വർഷം എടുത്ത് വെച്ചാലും അത് ശുഷ്കിച്ചു പോവുകയല്ലാതെ അതിനകത്തൊന്നും മുള വരത്തില്ല. പക്ഷേ if you put it down in the ground, what happens? The outer skin is broken. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബ്രോക്കൺനെസ്സിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ജീവൻ മുള പൊട്ടുന്നത്. ഈ ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യം നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. യേശു കർത്താവ് പറയാ, എന്താണ്? നിങ്ങൾ തനിയെ ഇരിക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, അനേക മുളകൾ പൊട്ടേണ്ടതിന്. തനിയെ ഇരിക്കുന്നുവെങ്കിൽ, ചത്തുവെങ്കിലും തനിയെ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവന് അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ എനിക്ക് പറയാനുണ്ട്. ഐ വിൽ ടെൽ ഇറ്റ്. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത്, പിതാവേ ഈ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞ് മറ്റു ചിലർ ഒരു ദൈവദൂതനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം മാത്രമേ ഉണ്ടായത്. ഇപ്പോൾ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഉയർത്തപ്പെട്ടാൽ എന്നേക്കും എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് തൻ്റെ ക്രോസ് എക്സ്പീരിയൻസ് യേശു കർത്താവ് വളരെ കൃത്യതയോടുകൂടെ നമ്മെ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ചാകുന്നതാണ് ജീവൻ എന്ന പാഠം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ജനിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മരിക്കാൻ വേണ്ടിയാണ്. അത് യേശുവിൻ്റെ പ്രത്യേകതയാണ്. യേശു ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് ജനിക്കണമെങ്കിൽ തന്നെ മരിച്ചാലേ പറ്റുള്ളൂ.
യു അണ്ടർസ്റ്റാൻഡ്? സ്പിരിച്വലി, ആ സ്പിരിച്വൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ജീസസ് വാസ് ബോൺ സോ ദാറ്റ് ഹി മേ ഡൈ. കാരണം അവന് ജനിക്കാനായിട്ട് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവൻ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ജനിക്കണമെങ്കിൽ തന്നെ, യു അണ്ടർസ്റ്റാൻഡ്, ജനിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇഫ് യു വാണ്ട് ടു ബി ബോൺ അഗെയിൻ, the first thing that should happen is that you're dying to the present world. ഈ ലോകത്തിന് മരിക്കുന്ന ഒരു ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിന് ജനിക്കുവാൻ പറ്റത്തുള്ളൂ. ജനിക്കുവാൻ. Even if you want to be born into the kingdom of God, you need to die in the kingdom of Satan, because there is no dual citizenship in the kingdom of God. ദൈവരാജ്യത്തിൽ എന്തില്ല? ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. അതുകൊണ്ട് യേശുവിൻ്റെ സാമ്രാജ്യത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് ജനിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഈ ലോകത്തോട്, പാപത്തോട്, നിങ്ങളുടെ പാപത്തിൻ്റെ സാമ്രാജ്യത്തിൽ, നിങ്ങളുടെ സെൽഫിൻ്റെ സാമ്രാജ്യത്തിൽ നിങ്ങൾ മരിച്ചേലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രോസ് ഒരു അനിവാര്യതയാകുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അനിവാര്യമായ കാര്യമായി നമ്മൾ ക്രോസിനെ മനസ്സിലാക്കുന്നതിൻ്റെ കാരണം അതാണ്. ദ ക്രോസ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, വാട്ട് വാസ് ക്രോസ് ടു ജീസസ് ആൻഡ് വാട്ട് ഈസ് ദ ക്രോസ് ഓഫ് ജീസസ്. യേശുവിന് ക്രൂശ് എന്തായിരുന്നു, യേശുവിൻ്റെ ക്രൂശ് നമുക്കെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. ദ എഫക്റ്റ് ഓഫ് ക്രോസ് എക്സ്പീരിയൻസ്. വാട്ട് ഇസ് ദ ക്രൂസിഫിക്സ് ഡു ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ, ഇൻ ദ ലൈഫ് ഓഫ് മൈൻഡ്. വാട്ട് ഈസ് മൈ ക്രോസ് ആൻഡ് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ടേക്കിംഗ് അപ്പ് മൈ ക്രോസ്. എൻ്റെ ക്രൂശ് എന്താണ്, അത് എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, ഈ വക കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എനിക്ക് ആദ്യം എനിക്ക് പറയാൻ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. എന്താണ് ക്രൂശ് എന്ന് ചോദിച്ചാൽ, അത് പുതിയ നിയമത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഇറ്റ് ഈസ് ആൻ എൻട്രൻസ് ഇൻ ടു ദ ന്യൂ ടെസ്റ്റമെന്റ്. ദാറ്റ്സ് വാട്ട് വി സീ ഇൻ മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 27 and 28. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, പിന്നെ പാനപാത്രം എടുത്ത സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. കർത്താവ് പറയുന്നത് എന്താണ്? ഹിസ് ബ്ലഡ് മീൻസ് ഹിസ് ഡെത്ത്, ഓഫ് കോഴ്സ്, നത്തിങ് എൽസ്. രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആളുകളുടെയൊക്കെ ചിന്ത, ഈ രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേറെ ഏതാണ്ട് സ്പെഷ്യൽ മീനിങ് ഉണ്ടെന്നാണ്. അതിന് സ്പെഷ്യൽ മീനിങ് ഒന്നുമില്ല. ബ്ലഡ് മീൻസ് ഡെത്ത്, അത്രയേ ഉള്ളൂ. രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്നാണ്. യേശുവിൻ്റെ മരണമാണ് യേശുവിൻ്റെ രക്തം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അല്ലാതെ ആ ബ്ലഡ് വേറെ മാറ്റിയെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാനോ, നമ്മൾ പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ തളിച്ചേച്ച് പോകാനോ ഒന്നും പറ്റുന്നതല്ല ഈ രക്തം എന്ന് പറയുന്നത്. രക്തം എന്താണ്? യേശുവിൻ്റെ മരണം. യേശുവിൻ്റെ മരണത്തിൻ്റെ സിമ്പലായിട്ടാണ് എന്ത് പറയുന്നത്? യേശുവിൻ്റെ രക്തം. കർത്താവ് പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തുകൊണ്ട്? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അനേകരെ പുതിയ നിയമത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള വാതിലാണ് ഈ രക്തം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ആൻ എൻട്രൻസ് ഇൻ ടു ദ ന്യൂ കവനന്റ്. പുതിയ നിയമത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണമാണ്. യേശുവിൻ്റെ മരണം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇഫ് ക്രൈസ്റ്റ് വാസ് നോട്ട് ക്രൂസിഫൈഡ്, ഐ ഷുഡ് ഹാവ് ബീൻ ലിവിങ് അണ്ടർ ദ കേഴ്സ് ഓഫ് ദ ലോ. ഞാൻ ഇന്നും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴെ ഇരിക്കണമായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഐ വാസ് അണ്ടർ ദ കേഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ കേഴ്സ്ഡ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും വളരെ പേടിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. പല ആളുകളും ഈ ഓരോ കാര്യങ്ങളെയും ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു. ലോ ഈസ് നോട്ട് എ കേഴ്സ്. ലോ ഒരു കേഴ്സ് അല്ല. പക്ഷേ കേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോ എനിക്ക് ഒരിക്കലും അനുസരിക്കുവാനുള്ള ശക്തി ഇല്ലായിരുന്നു. എൻ്റെ ബലഹീനതയാണ് അവിടുത്തെ കേഴ്സ് എന്ന് പറയുന്നത്, അല്ലാതെ നിയമമല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണമല്ല എൻ്റെ കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോയുടെ ലോകത്ത് നിന്ന് എന്നെ കൃപയുടെ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചത് യേശുവിൻ്റെ രക്തമാണ്. ജീസസ് ഡൈഡ് ആൻഡ് ഹിസ് ക്രോസ് ഈസ് ആൻ ഓപ്പൺ ഡോർ ടു എ ന്യൂ ഏജ്. ഒരു പുതിയ ലോകത്തിലേക്ക്. അതാണ് പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അർത്ഥം. ഇറ്റ് വാസ് എ ന്യൂ ഏജ് സ്റ്റാർട്ടഡ്, എ ന്യൂ ഡിസ്പെൻസേഷൻ. ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ. യേശുക്രിസ്തു മരിച്ച ദിവസം മുതലാണ് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നത്. നമ്മൾ ചില പറയുമല്ലോ, കൃപായുഗം എന്നൊക്കെ പറയുമല്ലോ. യുഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വാസ് എന്താണ്? ഏജസ് ഓഫ് ഡിസ്പെൻസേഷൻ നമ്മൾ പഠിക്കും. ഏജ് ഓഫ് ഇന്നസെൻസ് ഓർ നിഷ്കന്മഷ യുഗം എന്ന് നമ്മൾ പറയും. അതായത് ആദ്യം ആദമും
ഹവ്വയും ഒക്കെ ഏദൻ തോട്ടത്തിൽ യേശുവിനോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടന്നതായ മനുഷ്യനും ദൈവവും തമ്മിൽ നല്ല സംസർഗത്തിൽ കഴിഞ്ഞിരുന്ന എവറി കൂൾ ഓഫ് ദ ഡേ ഗോഡ് വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ദേ ഹാഡ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിയൻ ആൻഡ് ദേ വേർ ഇൻ ഫാക്ട് they were enjoying their fellowship. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ശരിക്കും സന്തോഷത്തോടുകൂടെ അനുഭവിച്ചുകൊണ്ടിരുന്നതായ ഒരു നിഷ്കന്മഷ യുഗമാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. റൈറ്റ്? അത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ എല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് പാപം രംഗപ്രവേശം ചെയ്യുകയാണ്. പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംസർഗമാണ് നഷ്ടപ്പെട്ടതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇൻഫാക്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം, സംസർഗം അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം ആദമിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ ഭക്ഷിക്കരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണം എന്ന് പറയുന്നത്, ഈവൻ ഹീബ്രു വേർഡ് ഉപയോഗിച്ചാൽ പോലും സെപ്പറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേർപാട്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും മരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ട് ലോകത്തിലേക്കുള്ള, രണ്ടും രണ്ട് ലോകത്തിലാക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഡൈക്കോട്ടമൈസ് ചെയ്ത് മാറ്റി വെക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ആദമിനോട് പറയുന്നത് ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോൾ പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്, പിള്ളേർ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ ചോദിക്കും, പിന്നെയും ആദാം ജീവിച്ചില്ലേ 100 വർഷങ്ങൾ ജീവിച്ചില്ലേ, അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യം നടന്നില്ലല്ലോ എന്ന്. എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ കാര്യം നീ ചെയ്താൽ ആ സമയം മുതൽ ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം മീ. അതുകൊണ്ട് ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്ന ദിവസം ആദം മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചു. ആർക്ക് മരിച്ചു? ദൈവത്തിന് മരിച്ചു. ദൈവത്തിന് മരിച്ചു. അന്ന് തൊട്ട് അവൻ ജീവിക്കുന്നത് സ്വയത്തിന് വേണ്ടിയാണ്, അവന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവനാണ്. അതായത് അവൻ്റെ വാക്കുകളുടെ ദ ഫസ്റ്റ് വേർഡ്സ് ഹി വാസ് സ്പീക്കിംഗ് ടു ഗാഡ് ആഫ്റ്റർ ഹി കമ്മിറ്റഡ് സിൻ. അത് മാത്രം മതി അവൻ ജീവിക്കുന്നത് അവൻ്റെ സെൽഫിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ സെൽഫിൻ്റെ ലോകത്താണെന്ന് മനസ്സിലാക്കാൻ. ആദമനോട് കർത്താവ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആദമേ നീ എവിടെ? ആദം വന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? ഐ ഹേർഡ് യുവർ വോയിസ് ആൻഡ് ഐ ഹിഡ് മൈ സെൽഫ് ബിക്കോസ് ഐ വാസ് അഫ്രൈഡ്, സോ ബിക്കോസ് ഐ വാസ് നേക്കഡ്. നിന്റെ ശബ്ദം ഞാൻ തോട്ടത്തിൽ കേട്ടു, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഭയപ്പെട്ടു, ഞാൻ ഒളിച്ചു. ഞാൻ ഇന്നലെ വരെ അവൻ പറയാത്തൊരു വാക്കാണ് ഞാൻ. ഇന്നലെ വരെ അവൻ പറഞ്ഞത്, ഈവൻ ഏറ്റവും കുറഞ്ഞത് ഹവ്വായുടെ കാര്യം അങ്ങനെ പറയുന്നത്, ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം എന്നൊക്കെ പറഞ്ഞ പാട്ട് ഇപ്പോൾ പറയുന്നത് ഞാൻ 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 എന്നാണ്. എന്തുകൊണ്ടാണ്? പാപം മനുഷ്യനെ അന്യോന്യം വേർപെടുത്തുകയും ദൈവവുമായിട്ട് വേർപെടുത്തുകയും ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഐ സേ ഹി ഡൈഡ് ടു ഗോഡ്. അവൻ ദൈവത്തിന് മരിച്ചു. അപ്പോൾ ദൈവത്തിന് മരിച്ച നിമിഷം മുതൽ ദൈവവുമായിട്ടുള്ള സംസർഗം അസാധ്യമായി തീർന്ന മനുഷ്യവർഗം, ആ മനുഷ്യവർഗത്തിന് ദൈവ സംസർഗത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു പോസിബിലിറ്റി ആയിട്ട് ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇഫ് യു വോണ്ട് ടു കം ബാക്ക് ടു ഗാഡ് ദർ ഈസ് എ വേ. വാട്ട് ഇസ് ഇറ്റ്? ദ വേ ഓഫ് ലവ്. നിനക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? ന്യായപ്രമാണത്തിൻ്റെ മാർഗം. പക്ഷെ ആരും പോയില്ല, ആരും ചെന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അകലം അത്രയ്ക്ക് കൂടുതലായിരുന്നു. ആ അകലം കയറാൻ തക്കവണ്ണം, സപ്പോസ് ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള ദാഹത്തോടെ എന്താണെങ്കിലും, because man was created in the image and likeness of God, always man had a desire to meet his creator. ദൈവത്തെ കാണാനും ദൈവവുമായിട്ട് സംസർഗത്തിന് വേണ്ടിയുള്ള വലിയ ഒരു മോഹം അവൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ട്. അങ്ങനെ ദാഹിച്ച് വലഞ്ഞ് ദൈവത്തെ കാണാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ എവിടെ എനിക്ക് ദൈവവുമായിട്ടുള്ള സംസർഗം പറ്റുമെന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ദൈവ സംസർഗം നിനക്ക് സാധിക്കണമെങ്കിൽ സാധിക്കും. കാര്യം ദൈവം അവിടെ ഇരിപ്പുണ്ട്. എവിടെ? മേ ബി ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, ഒരു 1000 മീറ്റർ 1 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു വലിയൊരു സ്തൂപം കാണിച്ചിട്ടുള്ളതാണ്. ഗോഡ് ഈസ് ദെയർ. അവൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് കയറുന്നത്? അപ്പോൾ മോശ വന്നിട്ട് പറയാണ്, ഐ വിൽ ഡു വൺ തിങ്, ഞാനൊരു കയറേണി ഇട്ട് തരാം, നീ ഇവിടുത്തെ ഞാന്ന് വലിഞ്ഞ് കയറിയാൽ മതി എന്ന് പറയുകയാണെന്ന് വെക്കുക. മോശം എന്ന് പറഞ്ഞെന്നുള്ളതല്ല, എന്ന് വെക്കുക. കയറേണിയെ വലിഞ്ഞ് കയറുമെന്ന് പറഞ്ഞാൽ 1-2 മീറ്റർ ഒന്നുമല്ല, 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററാണ്. ആ 1 കിലോ ഒന്നാമത് ഞാൻ ദൈവസംസർഗം ഇല്ലാത്തതോടുകൂടെ തന്നെ എൻ്റെ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ചൈതന്യമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ശക്തിയില്ലാതെ, ദൈവസംസർഗം ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പ്രശ്നമില്ല, ദൈവസംസർഗമില്ലാതെ എൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട്, എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് അർത്ഥപ്രാണനായി നിൽക്കുന്ന ഞാൻ ഈ കയറേണിയെ പിടിച്ച് 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് വലിഞ്ഞ് കയറണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ പരിശ്രമിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പരിശ്രമിച്ച് ആരെങ്കിലും അവിടെ കയറിയാൽ അവന് തീർച്ചയായും അനുഭവിക്കാൻ പറ്റും ദൈവസംസർഗം.
അനുഭവിക്കാൻ പറ്റും. ന്യായപ്രമാണം കൊണ്ട് ആർക്കെങ്കിലും രക്ഷപ്പെടാമോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാം. രക്ഷപ്പെടാമോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാം. ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആരും രക്ഷപ്പെട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? നമ്മൾ കയറണം. അത് നമ്മളുടെ എഫേർട്ടാണ്, നമ്മുടെ വിയർപ്പാണ്. ഇറ്റ് ഈസ് അവർ സ്വെറ്റ്. നമ്മുടെ ദൈവ സംസർഗം എനിക്ക് സാധ്യമാണ്, പക്ഷേ എൻ്റെ സ്വെറ്റാണ്, എൻ്റെ വിയർപ്പ് കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഈ ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ വലിഞ്ഞു കയറണം. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കയറാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ചില ആളുകൾ 50 മീറ്റർ കയറും, അപ്പോഴത്തേക്ക് താഴെ വീഴും. ചിലർ 100 മീറ്റർ കയറും. ഒരാൾ ഭയങ്കര ശക്തിയോടുകൂടെ കയറി ചിലപ്പോൾ 500 മീറ്റർ കയറുന്നിരിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഈസ് 1 കിലോമീറ്റർ. സോ വാട്ട് ഹാപ്പൻസ്? എല്ലാ മനുഷ്യൻ്റെയും വിയർപ്പ് നിഷ്ഫലമായ അധ്വാനമായി പരിണമിക്കുന്നതായ ഒരു സ്റ്റേജ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ഒരു ഉദ്ധരണിയാണ് വാസ്തവത്തിൽ റോമാലേഖനത്തിൽ കാണുന്നത്. എന്ത്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത ഏതാണ്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ജീവിക്കുമെന്ന് ചോദിച്ചാൽ ജീവിക്കും. പക്ഷേ ആര്? അത് ചെയ്യുന്നവൻ. അപ്പോൾ എന്താണ് വേണ്ടി വരുന്നത്? ഒരു സ്വയാധ്വാനത്തിൻ്റെ നിഷ്ഫലമായ കഷ്ടപ്പാടാണ്, എങ്ങും എത്താത്ത അധ്വാനം. വിയർപ്പിൻ്റെ യുഗമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ന്യായപ്രമാണ യുഗം. എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുക്കേണ്ടതായ എൻ്റെ വിയർപ്പിൻ്റെ യുഗം. ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നിഷ്കന്മഷ യുഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സംസർഗവും എന്താ? ഗോഡ് വാസ് സോ ക്ലോസ് ടു മീ. എന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന യേശുവിനെയാണ്, അല്ലെങ്കിൽ ദൈവത്തെയാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ദാറ്റ് വാസ് എ ബിഗിനിങ്. നിഷ്കന്മഷ യുഗത്തിലെ അനുഭവം അതായിരുന്നു. പക്ഷേ ന്യായപ്രമാണ യുഗത്തിൽ എൻ്റെ അധ്വാനമാണ്, എൻ്റെ വിയർപ്പാണ്. അങ്ങനെ വിയർപ്പ് കൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ അതായത് വിദൂരമായ ഒരു സാധ്യത ഉണ്ടെങ്കിലും ആർക്കും നേടിയെടുക്കാൻ കഴിയാതിരുന്ന സമയത്ത് എൻ്റെ നിഷ്ഫലമായ വിയർപ്പിൻ്റെ സ്ഥാനത്തേക്ക്, മോശ കൊണ്ടുവന്ന ന്യായപ്രമാണത്തിൻ്റെ സ്ഥാനത്തേക്ക് യേശു എന്ത് കൊണ്ടുവന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. മോശ ന്യായപ്രമാണത്തിൻ്റെ കയറേണി കൊണ്ടുവന്നു, യേശു കൃപയുടെ ചിറക് കൊണ്ടുവന്നു. ദിസ് ഈസ് എ ഡിഫറൻസ്. യേശു കർത്താവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും എത്ര വിയർത്താലും ഇവിടെ കയറാൻ പറ്റുന്നില്ല, പക്ഷേ ഇതാ ഞാൻ കൃപയുടെ ആത്മാവിൻ്റെ ചിറകുകൾ നിനക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. ഇൻ എ മിനിറ്റ്, ഇൻ എ സെക്കൻഡ് യു ആർ ദേർ. ഹല്ലേലൂയ. ഒരു നിമിഷാർത്ഥത്തിൽ നമ്മളെ ദൈവ സംസർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനാണ് കർത്താവ് കൃപയുടെ ചിറകുമായി ഭൂമിയിലേക്ക് വന്നത്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു കൊണ്ടുവന്നു. എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ കേൾക്കാൻ സുഖമാണെങ്കിലും ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ കൃപയുമായിട്ട് യേശു ക്രിസ്തു വന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണെങ്കിലും ഈ കൃപ എന്ന് പറഞ്ഞത് വില കുറഞ്ഞൊരു കാര്യമല്ല. നമ്മൾ വില കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിലയില്ല എന്ന് അർത്ഥമില്ല. എനിക്കൊരാൾ ഐഫോൺ തന്നു, എനിക്ക് ചുമ്മാ കിട്ടിയതാ, വെറുതെ കിട്ടിയതാ എന്ന് വെച്ചുകൊണ്ട് ഐഫോണിന് വിലയില്ലെന്ന് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. ആരെങ്കിലും വില കൊടുത്തിട്ടല്ല, അത് ചുമ്മാതാണെങ്കിലും ആപ്പിൾ നടത്തുന്നവനൊന്നും വെറുതെ ഒന്നും ആർക്കും കൊടുക്കത്തൊന്നുമില്ലല്ലോ, അല്ലേ? Somebody has paid a price, and in this case what happened? Jesus was paying a price, and that was a big price. കൃപ എന്ന് പറയുമ്പോൾ അത് സൗജന്യമാണെങ്കിലും വില കുറഞ്ഞത്. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ സൗജന്യമായതെല്ലാം വില കുറഞ്ഞതാണെന്നാണ്. ദൈവം മനുഷ്യന് കൊടുക്കുന്ന വിലയേറിയ കാര്യങ്ങൾ എല്ലാം സൗജന്യമാണ്. കാരണം വില കൊടുക്കേണ്ടി വന്നാൽ ഇവർക്ക് ആർക്കും ഇത് കൊടുക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രാണവായുവായ ഓക്സിജൻ, ഇതിന് വിലയുണ്ടോ എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കിടന്നിട്ട് 2 ദിവസം ഓക്സിജൻ കയറ്റണം, അന്നേരം അറിയാം ഇതിന് വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളിത് സൗജന്യമായിട്ട് ചുമ്മാ ശ്വാസം വലിക്കുമ്പോൾ ഇത് കിട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിലയില്ലാത്തതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇറ്റ് ഇസ് സോ കോസ്റ്റ്ലി. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃപ സൗജന്യമാണെന്ന് പറഞ്ഞ് ഇത് ചീപ്പാണെന്ന് ആളുകൾ അങ്ങ് ധരിച്ചു പോയിരിക്കുകയാണ്. അതാ ഇന്ന് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. ഡിട്രിച്ച് ബോണോഫ്ലോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാലയളവിലെ ഏറ്റവും വലിയ പ്രശ്നം വില കുറഞ്ഞ കൃപയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു വിലയില്ല. അതുകൊണ്ട് യേശു ഇത് നമുക്ക് സാധ്യതമാക്കുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തു എന്നുള്ളത് തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും ഇതിനെ നിസാരവൽക്കരിക്കുന്നത് ഒരു സാധാരണ സംഭവമാണ്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ആധാരം വിയർപ്പായിരുന്നെങ്കിൽ കൃപയ്ക്ക് ആധാരം രക്തമാണ്, യേശുവിൻ്റെ രക്തം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിൽ എന്തായിരുന്നു അത് നേടിയെടുക്കുവാനുള്ള നമുക്ക് ആധാരമായിരുന്ന എന്താണ്? ഇറ്റ് ഈസ് അവർ സ്വെറ്റ്, നമ്മുടെ വിയർപ്പ്, നമ്മുടെ അധ്വാനം. പക്ഷേ പുതിയ യുഗത്തിൽ, അതാണ് പുതിയ നിയമത്തിൻ്റെ രക്തം. ഈ പുതിയ യുഗത്തിൽ, കൃപയുടെ യുഗത്തിൽ ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യവർഗത്തെ മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തം കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം.
അതായത് വിയർപ്പിൻ്റെ യുഗം ഒടുങ്ങി, ഇനി രക്തത്തിൻ്റെ യുഗമാണ്. രക്തത്തിൻ്റെ യുഗം. ആരുടെ രക്തം? യേശു കർത്താവിൻ്റെ രക്തം, പുതിയ നിയമത്തിൻ്റെ രക്തം. കൃപ സൗജന്യമാണ്, പക്ഷെ അത് വില കുറഞ്ഞതല്ല. എൻ്റെ നിഷ്ഫല വിയർപ്പിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. എൻ്റെ വിയർപ്പിന് പകരം എൻ്റെ രക്തം പോലും പോരാ. കാര്യം ഇതിന് ചൊരിയപ്പെടേണ്ടത് നിർദോഷ രക്തമാണ്. എൻ്റെ രക്തം നിർദോഷ രക്തമല്ല. എൻ്റെ രക്തമെന്നല്ല, ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെയും രക്തം. None of the people who lived in this planet earth, അവരുടെ ആരുടെയും രക്തം കൊണ്ട് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായിരുന്നില്ല. It is only the blood of Jesus Christ, because that was the innocent blood. There is no innocent blood in the world. നിർദോഷ രക്തം എന്ന് പറയുവാനായിട്ട് ഒരാളുടെ രക്തം മാത്രമേ ഉള്ളൂ. അതാരുടെ രക്തമാണ്? യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ രക്തം ചൊരിഞ്ഞ് ഈ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് ഈ കാര്യം അവൻ സാധ്യതമാക്കി തീർക്കേണ്ടിയിരുന്നത്. It was my sweat at the time of the law, the age of law, but now it is the blood of Jesus Christ. പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം പകരം മരണമാണ്. നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം, അവന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന, പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. എക്സ്പിയേഷൻ, പകരം മരണമാണ്. ഒരു വ്യക്തിക്ക് പകരം, എനിക്ക് പകരം. ലോകത്തിൽ ഇതുവരെ മരിച്ച എല്ലാ ആളുകളും, നരകത്തിലേക്ക് പോയ ആളുകളും എല്ലാം, അവരെല്ലാവരും അവരുടെ മരണം അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. പാപം ചെയ്ത ദേഹി മരിക്കും, നിശ്ചയം. That's a truth. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെയും മരണം മറ്റൊരാൾക്ക് വേണ്ടി പറ്റത്തില്ല. കാര്യം അവന് വേണ്ടി തന്നെ അവൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ. അവന് വേണ്ടി തന്നെ പറയാൻ പറ്റത്തില്ല. എന്താണ്? He was dying naturally because he was a sinner. അവന് ഒരാളെയും രക്ഷിക്കാൻ, അവനെയും രക്ഷിക്കാൻ കഴിയത്തില്ല, വേറൊരാളെയും രക്ഷിക്കാൻ കഴിയത്തില്ല. When you die, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരെ രക്ഷിക്കാനോ? ഇല്ലേ? അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ശിക്ഷിക്കപ്പെടുവാനോ ആർക്കും യോഗ്യതയില്ല. ഒരാളും മരിച്ചേക്കാവുന്ന, വേറൊരാൾക്ക് വേണ്ടി നമുക്ക് മരിച്ചേക്കാവുന്ന വെച്ചിട്ടും കാര്യമൊന്നുമില്ല, അത് കഴിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മറ്റുള്ളവരുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ്, മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്പിയേഷൻ. അതൊരു അറ്റോൺമെൻ്റ് ആണ്, പ്രായശ്ചിത്തം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആ പ്രായശ്ചിത്ത മരണം, 3 chapter 3 verse 25 നമ്മളിവിടെ കാണുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ഒരു പ്രായശ്ചിത്ത മരണമാണ്. പ്രായശ്ചിത്തം അവന് പകരമായിട്ട് ഇറ്റ് ഈസ് ടു പ്രൊപ്പീഷിയേറ്റ് ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശിക്ഷയുടെ മുമ്പിൽ മനുഷ്യനെ പിടിച്ചു നിർത്താനായിട്ട് അവൻ ചൊരിയുന്നതായ രക്തം. ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈ ക്രോസ് ആൻഡ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മൈ ക്രോസ് ഓർ മൈ ഡെത്ത് ഈസ് നോട്ട് എ ഡെത്ത് ആസ് എൻ എക്സ്പിയേഷൻ. എൻ്റേത് ഒരു പ്രായശ്ചിത്ത മരണമല്ല, എൻ്റേത് മറുവിലയായി കൊടുക്കുന്ന ഒരു മരണമല്ല. എൻ്റെ മരണം ഒരിക്കലും യേശുവിൻ്റെ മരണവുമായിട്ടോ എൻ്റെ ക്രൂശ് ഒരിക്കലും യേശുവിൻ്റെ ക്രൂശുമായിട്ടോ താരതമ്യം ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഇറ്റ് സ്റ്റാൻഡ് ഔട്ട്. അവൻ്റെ ക്രൂശ് എന്താണ്? എഴുന്നു നിൽക്കുകയാണ്. കാൽവറി ക്രൂശിലേക്ക് നോക്കിയാൽ we see 3 crosses on the Calvary. കാൽവറി ക്രൂശിൽ കാൽവറിയിൽ നോക്കുമ്പോൾ നമ്മൾ 3 ക്രൂശ് കാണുന്നുണ്ട്. 2 സ്ഥലത്തും എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിന് 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനത് മൊത്തമായിട്ട് വായിക്കുന്നില്ല, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 2 കള്ളന്മാരുടെ മധ്യേ യേശു കർത്താവിനെ ക്രൂശിക്കുകയാണ്. എന്നാൽ 2 കള്ളന്മാർ ക്രൂശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വേഴ്സ് 39-ൽ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവൻ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. അപ്പോൾ കള്ളന്മാരുടെ ക്രൂശ് ന്യായമായ ക്രൂശാണ്. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് ന്യായമായ ക്രൂശല്ല, യേശുവിൻ്റെ ക്രൂശ് അന്യായമായ ക്രൂശാണ്. എന്തെന്ന് ചോദിച്ചാൽ, അത് അവൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ടല്ല, അതുകൊണ്ടല്ല അവൻ ക്രൂശിക്കപ്പെടുന്നത്. അതൊരിക്കലും ഒരു നീതിയായ ക്രൂശല്ല, അന്യായമായ ക്രൂശാണ്. എന്നാൽ അത് അന്യായമായ ക്രൂശാണെങ്കിലും അതിൻ്റെ ശക്തി അപാരമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ക്രൂശ്, കള്ളൻ്റെ ക്രൂശ് അവനെ ഫൈനലി he is dying and he is going to hell. കള്ളൻ്റെ ക്രൂശിന് അത്രേ ശക്തിയുള്ളൂ. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് കള്ളനെ പറുദീസയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ക്രൂശാണ്. ഹല്ലേലൂയ. അതാണ് യേശുവിൻ്റെ ക്രൂശിൻ്റെ വ്യത്യാസം. കള്ളൻ്റെ ക്രൂശ് ആ മരിച്ചവനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നരകത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. പക്ഷേ യേശുവിൻ്റെ ക്രൂശ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കള്ളനെ അവിടെ നിന്ന് റിഡീം ചെയ്ത് പറുദീസയിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ളതാണ് യേശു കർത്താവിൻ്റെ ക്രൂശ്. അതാണ് യേശുവിൻ്റെ ക്രൂശിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് ത്യാഗം സഹിക്കാം.
വേണമെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യാം, അതൊക്കെ പറ്റുള്ളൂ നമ്മളെ കൊണ്ട്. മാക്സിമം വേണമെങ്കിൽ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ പറ്റിയേക്കും. ഒരാൾക്ക് വേണ്ടി പകരം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയില്ല. രണ്ടുപേരും അന്ന് കൂടെ വരുന്ന കൂട്ടത്തിൽ ഞാൻ ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവനെ കൊല്ലണ്ട, എന്നെ അങ്ങ് കൊന്നേക്ക് എന്നൊക്കെ പറയാനൊക്കെ പറ്റിയേക്കും. അതിൽ കൂടുതലൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാം, ഒരു പക്ഷേ മരിക്കുക പോലും ചെയ്യാം. എന്നാൽ മറുവില കൊടുക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. മറുവില കൊടുക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ഞാൻ മരണത്തിൻ്റെ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു അടിമയ്ക്ക് മറ്റൊരു അടിമയ്ക്ക് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും അടിമ പറയുകയാണെന്ന് വെച്ചോ, എന്നെ കൊന്നോ എന്നിട്ട് മറ്റേ ആൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തോ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം രണ്ടുപേരും അടിമയല്ലേ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അടിമയല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു അടിമയെ വിടുവിക്കുവാനുള്ള കഴിവുള്ളൂ. പക്ഷേ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള സകല മനുഷ്യരും പാപത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് പകരം മരിക്കാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് മരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് കൂട്ടുകാരന് വേണ്ടി മറുവില കൊടുപ്പാൻ ആർക്കും കഴിയുകയില്ല. സങ്കീർത്തനത്തിൻ്റെ 49-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സാംസ് 49 അതിൻ്റെ വേഴ്സ് 7 and 8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 7 and 8 സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. സഹോദരന് വേണ്ടി മരിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നല്ല അവിടെ പറയുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, അത് യേശുവിനാണ്. അതാണ് യേശുവിൻ്റെ മരണത്തിൻ്റെ യുണീക്നെസ്. ദാറ്റ് ഈസ് എ യുണീക്നെസ് ഓഫ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ചില ചെറിയ, not all the things we can discuss, but I just want to go through some passages that says about the cross of Christ and what it was doing in the history of mankind. മനുഷ്യവർഗത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചെയ്തത് എന്നുള്ളത് വിവരിക്കുവാനായിട്ട് ചില വേദഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് ഇന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ എഫീഷ്യൻസ് 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. 13 onwards. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനവും ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഇത് വളരെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു പാസേജാണ്. അത് നമുക്ക് കുറേ കാര്യമായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പറയുന്നത് ക്രൂശിൽ ശത്രുത്വം ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് ജീസസ് ഡിഡ് ഓൺ ദ ക്രോസ്. ശത്രുത്വം ഇല്ലാതെയാക്കി. ആര് തമ്മിലുള്ള ശത്രുത്വം? 2 തരത്തിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി എന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി. 2, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയും അത് ഞാനും ദൈവവും തമ്മിൽ അങ്ങ് തീർത്തോളാമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പരിപാടി ക്രിസ്തീയ ജീവിതത്തിലില്ല. ഞാനും ദൈവവും തമ്മിൽ തീർക്കുന്ന പരിപാടിയൊന്നുമില്ല. തീർക്കേണ്ടത് ദൈവവും ഞാനും തമ്മിൽ മാത്രമല്ല, ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ളതും ഞാനിവിടെ തീർത്തലേ പറ്റൂ. കാരണം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ശത്രുത്വം ഇല്ലാതാക്കിയത് ദൈവവുമായിട്ടുള്ള ശത്രുത്വം മാത്രമല്ല, പിന്നെ മനുഷ്യനുമായിട്ടുള്ള ശത്രുത്വവും കൂടെ അവൻ ഇല്ലാതെയാക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിഷ്കന്മഷ യുഗത്തിൽ ദൈവവും മനുഷ്യനും നമ്മൾ യാതൊരു ശത്രുത്വം ഇല്ലായിരുന്നു. പക്ഷേ നിഷ്കന്മഷ യുഗത്തിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഹാർമണിയിലായിരുന്നു. ദൈവവുമായിട്ട് നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു. ഹാർമോണിയസ് ആയിരുന്നു. Every cool of the day God was coming down and talking to them, even talks and jokes. I used to say, കർത്താവ് ഇറങ്ങി വന്ന് വെറുതെ ഇങ്ങനെ എക്കോയിലൂടെ സംസാരിക്കുന്ന പോലെ 2-3 വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോയൊന്നുമല്ല. It was a family affair. God was coming down. ഒരു കുടുംബത്തിൽ പിതാവ് വരുന്നത് പോലെ ആദമിൻ്റെ ഹവ്വയുടെയും ഭവനത്തിലേക്ക് പിതാവ് വന്ന് അവരോട് സംസാരിക്കുന്നത് പോലെ ഈവനിങ്സ് ദൈവം വന്ന് അവരോട് സംസാരിക്കുകയും അവരുമായിട്ട് ഒരു പക്ഷേ ഭക്ഷണം പോലും കഴിച്ചിരുന്ന ഞാൻ ചിന്തിക്കുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് ദൈവത്തിന് ഭക്ഷണം കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും
ആദാമിൻ്റെ വീട്ടിലും ദൈവത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം തോട്ടത്തിൽ ചെയ്ത കാര്യങ്ങളും അതെല്ലാം വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേർ വന്ന മാതാപിതാക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവത്തോട് ഡിസ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ ഒരു ക്ലോസ് അസോസിയേഷൻ, റിലേഷൻ, കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിയൻ ഒക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നതായ, അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നതായ ഒരു സമയം. എന്നാൽ പാപം എന്ത് ചെയ്തു? മനുഷ്യനെ ദൈവത്തിൻ്റെ ശത്രുവാക്കി, ദൈവത്തെ വിദൂരത്തിലാക്കി. അത് ദൈവത്തെ വിദൂരത്തിലാക്കി എന്ന് പറയുമ്പോൾ ദൈവം മാത്രം ചിന്തിച്ച ഒരു കാര്യം മാത്രമൊന്നുമല്ല, ആ ശത്രുത്വം മനുഷ്യൻ്റെയും കൂടെ മനസ്സിലാണ് കടന്നുകൂടിയിരിക്കുന്നത്. ഇൻഫാക്റ്റ് പാപം ചെയ്ത ദിവസവും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ കണ്ണുകളെ നനയിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ശരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആദാമിനോട് ഹവ്വയോട് സംസാരിക്കുന്നതിനകത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാറ്റ് മീൻസ് ഗോഡ് വാസ് സെപ്പറേറ്റിംഗ് ഹിം ആസ് ഓർ ഗിവിംഗ് ഹിം എ സൺഷിപ്പ്, ഒരു പുത്രത്വം നൽകി ആദമിനെ സ്വന്തം പുത്രൻ എന്നതുപോലെ കരുതി ദൈവത്തിൻ്റെ സകല മഹത്വവും അല്ലെങ്കിൽ ആ ദൈവികതയുടെ ആ മുഴുവൻ കാര്യങ്ങളും അവന് കാണിച്ചു കൊടുത്ത് ഒരു സഹവാസത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുന്നു. വളരെ ഒരു വിശുദ്ധരായ രണ്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളത് എൻ്റെ കണ്ണുകളെ നനയിക്കുന്നൊരു അനുഭവമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുകയായിരുന്നില്ല. ശരിക്കും മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ദൈവത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറുണ്ട്. ഒരു ജ്യൂ ആണ്. അദ്ദേഹം ജർമ്മനിയിൽ ആയിരുന്നു. ജർമ്മൻ റൈറ്ററാണ്. ജർമ്മനിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈവൻ ഹി വാസ് സഫറിങ് വെരി മച്ച്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ സഫർ ചെയ്തിട്ടുള്ള ആളാണ് ഏലി വിസൽ. ഒരു നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പക്ക ജ്യൂ, ശരിക്കും ആ ജൂയിഷ് മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ യഹൂദന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജൂയിഷ് റബി, ആ റബിയെയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുറലി പോലീസുകാരൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. ഉടനെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ റബിയോട് പറഞ്ഞു, റബി, I also read Bible sometimes. My parents were Christians, so we had a Bible in our home. ഞങ്ങളുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്നേരം അവിടെ കണ്ടു ആദാമിനോട് ദൈവം ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെയെന്ന്. അപ്പം നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, പിന്നെ എന്തിനാണ് ദൈവം ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചത്? എവിടെയാണ് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു? അന്ന് ഞാൻ ആ വായന നിർത്തിയെന്ന്. ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് he wanted to make fun of that respected Rabbi. എന്നാൽ റബി അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഇഫ് യു ആർ സീരിയസ് ഐ വിൽ ടെൽ എക്സാക്ട്ലി വാട്ട് ഇറ്റ് മീൻ. നീ സീരിയസ് ആണെങ്കിൽ ആ പാസേജിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് റബി പറഞ്ഞത്, ദൈവത്തിന് ആദാം എവിടെയാണെന്ന് ജോഗ്രഫിക്കലായിട്ട് അറിയാൻ വയ്യാഞ്ഞത് കൊണ്ട് അവൻ ചോദിക്കുകയല്ല നീ എവിടെയാണെന്ന്. അത് മറ്റൊരർത്ഥമാണ്. ആദാമേ, ഇപ്പോൾ നീ എവിടെയാണ് എന്നാണ് ശരിക്കും ചോദ്യം. ഇപ്പോൾ നീ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് എന്നാണ് ചോദ്യം. യു അണ്ടർസ്റ്റാൻഡ്? ആദാമിൻ്റെ മുമ്പിൽ ചങ്ക് പൊട്ടി കർത്താവ് ചോദിക്കുകയാണ്, മോനെ ആദമേ, ഞാൻ നിന്നെ എവിടെയാക്കിയത്? നീ എന്തായി കാണിച്ചത്? ഇപ്പോൾ നീ എവിടെയാണ്? എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ വരുമ്പോൾ ഓടി അടുത്തുകൊണ്ടിരുന്ന നീ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമില്ലായ്മയുടെ, ദൈവം മനുഷ്യനെ ശത്രുവാക്കിയിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. ആ ശത്രുത്വത്തിൻ്റെ ദൈവം മനുഷ്യനിൽ നിന്ന് ഓടുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടുകയാണ്. അവനെ മടക്കി വരുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ മടങ്ങി വരാൻ തയ്യാറല്ല. അവൻ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ, എനിക്കറിയത്തില്ല, ഐ കനോട്ട് സേ, എനിക്ക് അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല, എങ്കിലും ഞാൻ പറയാണ്, എൻ്റെ ചിന്ത, എൻ്റെ പിതാവേ, ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നവൻ പറഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായും ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നെന്നാണ് എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ പറയുന്നത്. അതിൻ്റെ തിയോളജി ഒന്നും എന്നോട് ചോദിക്കരുത് ദയവേ ചെയ്ത്. പക്ഷേ തെറ്റിപ്പോയി എന്നല്ല അവൻ പറയുന്നത്. കർത്താവ് ചോദിക്കുന്നു, നീ തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? ഞാൻ പറയുന്നത് എന്താ? തിന്നു, ബട്ട് ദാറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. തിന്നു, പക്ഷെ അതെൻ്റെ കുറ്റം അല്ല. നീ എനിക്ക് കൂട്ടിനിരുന്ന സ്ത്രീ, ഞാൻ വെറുതെ ആയിരുന്നപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. നീ അല്ലയോ ഒരെണ്ണത്തിനെ കൊണ്ട് എൻ്റെ മണ്ടയ്ക്ക് ഇട്ടത്. ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. Even it is not the fault of the woman, but he says that is the fault of God. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായി ആ കുറ്റം ചെന്ന് നിൽക്കുന്നത് ദൈവത്തിലാണ്. കാരണം
നിങ്ങളൊരു സാഹചര്യത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ സാഹചര്യം തന്ന ദൈവം വിവരമില്ലാത്തവനാണെന്നാണ്. യു സേ ദാറ്റ് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇനഫ് ടു ഹാൻഡിൽ തിങ്സ്. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് തന്ന ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്, അല്ല നിങ്ങളുടെ ഭാര്യയൊന്നുമല്ല കുറ്റം പറയുന്നത്. നിങ്ങൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭർത്താവിനെ തന്ന ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. അതുകൊണ്ട് കുറ്റം പറയുന്നവർ ശ്രദ്ധിക്കുക, ആത്യന്തികമായി നിങ്ങളുടെ അമ്പ് ചെന്ന് തറയ്ക്കുന്നത് കർത്താവിൻ്റെ നെഞ്ചത്താണ്. ഐ എം നോട്ട് ജോക്കിങ്. അതുകൊണ്ട് കുറ്റം പറയുന്നവരൊക്കെ സൂക്ഷിച്ചോണം. നിങ്ങൾ കുറ്റം പറയുന്നത് സാഹചര്യത്തെയോ നിങ്ങളുടെ മറ്റുള്ള വ്യക്തിത്വങ്ങളെയോ നിങ്ങളുടെ ഓഫീസറെയോ നിങ്ങളുടെ ബോസിനെയോ ഒന്നുമല്ല കുറ്റം പറയുന്നത്. ഫൈനലി എവിടെ ചെന്നാണ് ഈ അമ്പ് തറയ്ക്കുന്നത്? ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ചെന്ന് തറയ്ക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പറയുന്നത് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇനഫ് ടു ഡു തിങ്സ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് കാര്യങ്ങൾ ശരിയായി ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ എന്നെ കടത്തി വിടുമോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് യു നീഡ് ടു നോ ദാറ്റ് ഗാഡ് ഈസ് വൈസർ ദാൻ യു. നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവനാണ് ദൈവം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സകല ജീവിത സാഹചര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അതിനുവേണ്ടി നന്ദി കരയേറ്റുവാനായിട്ട് നിങ്ങൾ കഴിയണം. ദൈവം നമ്മേക്കാൾ ബുദ്ധിയുള്ളവനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എല്ലാത്തിനായും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് വാസ്തവത്തിൽ കഴിയുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ശത്രുത്വത്തിലാക്കി. ദൈവം വിദൂരത്തിലായി. ദൈവത്തെ എത്തിപ്പിടിക്കാനായിട്ട് മോശ നിയമത്തിൻ്റെ ഒരു കയറേണി കൊണ്ട് തന്നു. പക്ഷേ ഓൾറെഡി ദൈവസംസർഗം നഷ്ടപ്പെട്ട ചൈതന്യമില്ലാതിരുന്ന എനിക്ക് ആ നിയമത്തിൻ്റെ കയറേണിയിൽ ചവിട്ടി കയറുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം യേശു എന്താണ് ആത്മാവിൻ്റെ ചിറകുകൾ തന്ന് എന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് ആത്മാവിൻ്റെ ചിറകുകൾ തന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി യേശുവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. യേശു തൻ്റെ രക്തമൊഴുക്കിയാണ് മനുഷ്യനെ പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, കൃപയുടെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ വിയർപ്പുമായാണ് ചെന്നത്, എന്നാൽ ഇപ്പോൾ യേശു അവൻ്റെ രക്തം കൊണ്ട് എൻ്റെ വിയർപ്പിനെ ഒപ്പിയെടുക്കുകയാണ്. ഹല്ലേലൂയ. കൃപയുടെ ചിറകിൽ കയറി ഞാനൊരു പുതിയ ലോകത്തിലേക്ക് അവൻ എന്നെ കയറ്റുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, ദൈവ സംസർഗത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ആത്മാവിൻ്റെ പുതിയ ഒരു ലോകത്തിലേക്ക്. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്? ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. എന്നെ ഭയങ്കര സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, സെലിബ്രേഷൻ്റെ ഒരു ലോകത്തിലേക്ക് യേശു കർത്താവ് കൈപിടിച്ചുയർത്തുകയാണ്. പക്ഷേ അതിന് ഭയങ്കര ഒരു വിലയാണ് കർത്താവ് കൊടുത്തത്. എന്ത്? ഹി വാസ് ഗിവിങ് ഹിസ് ഓൺ ക്രോസ്, ഹിസ് ഓൺ ബ്ലഡ്. ആൻഡ് ഇൻ ദ ക്രോസ് ഇവൻ ശത്രുത്വം ഇല്ലാതാക്കുകയാണ്. എങ്ങനെ? അവൻ്റെ ഒരു കൈ കൊണ്ട് അവൻ എൻ്റെ കയ്യെ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് അവൻ ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ ആ ശത്രുത്വം ഇല്ലാതെയാക്കി. ദൈവത്തെയും മനുഷ്യനെയും ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട്, കാൽവറി ക്രൂശിൽ അവൻ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം അവൻ ഇല്ലാതെയാക്കി. മനുഷ്യനുമുള്ള തമ്മിലുള്ള ശത്രുത്വവും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യുനോ ഫ്രം ദ വെരി ബിഗിനിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പാപം ചെയ്ത അന്ന് തന്നെ അവർ തമ്മിൽ പിണങ്ങുകയാണ്. അവർ തമ്മിൽ അന്യോന്യം എന്താണ്? കുറ്റാരോപണങ്ങളാണ്, ഇല്ലേ? കുറ്റാരോപണങ്ങളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ തമ്മിൽ ശത്രുക്കളായിരിക്കുകയാണ്. സ്ത്രീയോട് ചോദിച്ചു, നീയാണോ ഇത് ചെയ്തത്? എൻ്റെ കുറ്റമല്ല, ഇതേപോലുള്ള കുറച്ച് സർപ്പത്തെ പോലുള്ള കുറേ എണ്ണത്തിനെ നീ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ആ സർപ്പം വന്ന് എന്നെ വഞ്ചിച്ചത് കൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ദെൻ ഹൂസ് ഫോൾട്ട്? ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. ആഫ്റ്റർ ഓൾ കുറ്റം ആരുടെയാണ്? ദൈവത്തിൻ്റെ. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ട് രണ്ട് തട്ടുകളിലേക്ക് മാറുകയാണ്. ദൈവം യോജിപ്പിച്ച് നിർത്തിയ ആദമും ഹവ്വയും ഇപ്പോൾ രണ്ട് തട്ടുകളിലാണ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് മനുഷ്യൻ തമ്മിലുള്ള ശത്രുത്വം എന്ന് പറയുന്നത്. പിന്നെ അത് എന്താണ്? ഭവനങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ഭവനങ്ങൾക്കുള്ളിൽ തന്നെ ചിദ്രിപ്പായി, ഭവനങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, അതിനുശേഷം ഗോത്രങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, രാജ്യങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ദേശങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ജാതികൾ തമ്മിലുള്ള ചിദ്രിപ്പായി. യഹൂദൻ പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും നരകത്തിലേക്ക് പോവുകയാണ്. ജാതികളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് യഹൂദ റബിമാരിൽ ഷമായി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ആ ഷമായിയുടെ അനുയായികൾ പറഞ്ഞത് ജാതികളെ ദൈവം സൃഷ്ടിച്ചത് നരകം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗഹന്ന. അപ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും കത്തണമെങ്കിൽ വിറക് വേണം, അതിനുവേണ്ടിയാണ് ദൈവം ജാതികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മറ്റുള്ളവരെ they were looking down towards the Gentile people. So there was enmity between the Jewish people and the non-Jewish people. യഹൂദന്മാരും യഹൂദ ഇതരരും അല്ലെങ്കിൽ ജാതികളും തമ്മിലുള്ള ആ എന്താണ് വിയോജിപ്പിനെ യേശു കർത്താവ് കാൽവറി ക്രൂസിൽ ഇല്ലാതെയാക്കി.
അതാണ് ഈ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാസേജാണ്, പക്ഷേ അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. യു ജസ്റ്റ് റീഡ് ദാറ്റ് പാസേജ്. ക്രൂശ് ശത്രുത്വം ഇല്ലാതെയാക്കുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വത്തെ അവൻ ഇല്ലാതെയാക്കി എന്ന് തന്നെയല്ല, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. അതുകൊണ്ട് ക്രൂശിൽ പ്രശംസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവുമായിട്ട് സംസർഗം ഉണ്ടാകുന്നത് പോലെ തന്നെ സകല മനുഷ്യരുമായിട്ടും സംസർഗം ഉണ്ടാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഇത് കാണപ്പെടുന്ന സഹോദരൻ പോട്ടെ, നിങ്ങളുടെ സ്വന്തം സഭയിലുള്ളവർ തമ്മിൽ പോലും അന്യോന്യം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ കുറഞ്ഞവനായി കണക്കാക്കുന്നുവെങ്കിൽ, അതാണ് വാസ്തവത്തിൽ എന്തോരും. ഞാൻ ഒരിക്കൽ എനിക്കത് പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ആഗ്രഹമില്ല. സംഹാവ് ഒരു ചർച്ചിൻ്റെ മീറ്റിങ്ങിന് പോയതല്ല, ഞാൻ വേറൊരു മീറ്റിംഗ്. അവിടുത്തെ പാസ്റ്ററുടെ വൈഫ് വാസ് അഫ്ലിക്റ്റഡ് വിത്ത് ക്യാൻസർ. എനിക്ക് ആ കൊച്ചിലെ തൊട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ പാസ്റ്ററുടെ വൈഫിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. ക്യാൻസർ പേഷ്യൻ്റാണ്. അങ്ങനെ ഞാൻ വേറൊരിടത്ത് സഭായോഗം കഴിഞ്ഞിട്ടൊരു ബൈക്കേൽ ഈ പറയുന്ന പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയുടെ വാതിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ശബ്ദം. ഞാൻ ചിന്തിച്ചടാ, 3 മണിക്കും സഭായോഗം തീർന്നില്ല, ഇതെന്താ ഉണർവാ? പിന്നെ നോക്കിയപ്പോഴറിയുന്നത് ഇത് ഉണർവൊന്നുമല്ല. എന്താണെന്നറിയാമോ? സഭയുടെ ജനറൽ ബോഡിയാ 3 മണിക്ക്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. ഒത്തിരി പറയാനുണ്ട്, എങ്കിലും അകത്ത് കയറി എല്ലാവരും ഒക്കെ ഒന്ന് പിരിഞ്ഞു പോയി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ വന്നിട്ട് ഞാനവിടെ ഇരിക്കുകയാണ്, പാസ്റ്ററോട് ഇരിക്കുക, പാസ്റ്ററെ അവൻ എന്നെക്കുറിച്ച് ചിന്തിച്ചത് അവൻ എന്നെ കൊച്ചാക്കാൻ നോക്കിയതല്ലേ? അപ്പോൾ ഞാൻ നോക്കി, ഇയാൾ വലിയ ആളാണോ എന്ന്, ഈ കൊച്ചാക്കത്തക്ക രീതിയിലുള്ള വലിയ ആളാണോ ഇയാളെന്ന് ഞാനിങ്ങനെ ആലോചിച്ച്. എന്തോ മനുഷ്യൻ്റെ ചിന്ത. നമ്മളൊക്കെ വലിയ ആളുകളാണ്, ആരാണ് നമ്മളെ കൊച്ചാക്കുന്നതെന്ന്. എന്നെ ഒന്നും ആർക്കും കൊച്ചാക്കാൻ പറ്റത്തില്ല, ഞാൻ കൊച്ചാണല്ലോ. പിന്നെ എന്തിനാ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ തറയിലായിരിക്കുന്നെങ്കിൽ പിന്നെ വേറെ എങ്ങോട്ടാണ് നമ്മൾ മാറ്റിയിരുത്തുന്നതല്ലേ? കസേര കയറി ഇരിക്കുന്നവനെ എല്ലാ കസേരയും നടക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? തറയിലിരിക്കുന്നവനെ എവിടെന്നെങ്കിലും നടക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യം കഴിവതും തറയിൽ തന്നെ ഇരിക്കുക. തറയിൽ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ആസ്കിങ് യു ടു സിറ്റ് ഓൺ ദ ഫ്ലോർ, ബട്ട് വാട്ട് ഐ സേ, when you consider yourself honorable than other people, only then people can make you and put you down. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നതിന് മാത്രമല്ല എന്നെ ചെറിയവനാക്കിയെന്ന് തോന്നത്തുള്ളൂ, ഇല്ലേ? അതുതന്നെ ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡല്ല. അവിടെ നിന്ന് തൊട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ക്രോസ്, അതെന്ത് ചെയ്യുകയാണ്? അത് ശത്രുത്വം ഇല്ലാതെയാക്കുകയാണ്. ലോകത്തിൽ എനിക്കൊരു ശത്രുവും ഉണ്ടാകാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ഒരു ശത്രുവേ ഉള്ളത് സാത്താനാണ്. വേറെ ആരും നമുക്ക് ശത്രുവല്ല. അയൽവക്കക്കാർ ശത്രുവല്ല. പ്രവാചകന്മാർ വന്ന് ശത്രു നിനക്കെതിരെ അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു, എന്തോ ചെയ്തിരിക്കുന്നു, എന്തോ നിങ്ങൾ പറയുന്നേ, അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, അവിടെ കിടന്നോട്ടുന്നേ, നിങ്ങൾ എന്തിനാ ചാകാൻ തുടങ്ങുന്നേ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, കുഴിച്ചിട്ട് ഓടിൻ്റെ കീഴിൽ നിന്നെടുത്ത്, അവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, പിന്നെ ഓടയിൽ നിന്ന് എടുത്തു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതും പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ വന്നിട്ടുമുണ്ട്. അത് എടുത്തു കൊടുക്കാൻ ആൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു തകിടോ മറ്റുള്ള കാര്യങ്ങളോ മണ്ണിൽ കിടന്ന് അതങ്ങ് പൊക്കോളും. നിങ്ങളത് എടുത്ത് വെറുതെ വഴക്കുണ്ടാക്കരുതെന്ന് വെച്ചാൽ മതി. എന്ത് കാര്യത്തിന് വേണ്ടി? അവയാരും യാക്കോബിനെ പഠിക്കത്തില്ലെങ്കിൽ പിന്നെന്തിനായി പ്രവാചകന്മാരെ വിളിച്ച് നിങ്ങൾ ഈ തകിടും മറ്റേത് മറിച്ചൊക്കെ എടുപ്പിക്കുന്നത്? എനിക്കറിയാൻ വയ്യ. ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് റോങ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾക്കകത്ത് പെട്ടുപോകരുത്. എന്താ ഈ സംഭവിക്കുന്നറിയാമോ? അമ്മായിയമ്മയും മരുമക്കളെ നമ്മൾ പിണക്കുന്നത് മിക്കവരും ഈ പ്രവാചകന്മാരാണ്. അയൽവക്കക്കാരെ നമ്മൾ പിണക്കുന്നത് മുഴുവൻ ഈ പ്രവാചകന്മാരാണ്. ഐ ആം നോട്ട് ജോക്കിങ്. നിങ്ങൾക്കറിയാമല്ലോ, ശത്രു ബ്രദറെ, ശത്രു. എന്തോ ശത്രു? എവിടുത്തെ ശത്രു? നിങ്ങൾ അയൽവക്കക്കാരാണോ നിങ്ങളുടെ ശത്രു? നിങ്ങൾ വെറുതെ എന്തിനാണ് ഇവരുടെ വാക്കുകളെ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. നിങ്ങൾക്ക് ശത്രു നിങ്ങളുടെ അയൽവക്കക്കാരനല്ല, നിങ്ങളുടെ ബോസ് അല്ല. നിങ്ങളുടെ ബോസ് അല്ല. നിങ്ങൾക്കെതിരെ ആരും ആഭിചാരം ചെയ്തിട്ടില്ല. നിങ്ങൾ അത്രയ്ക്ക് വലിയ ആളാണ്, നിങ്ങൾക്കെതിരെ ഇത്ര ആഭിചാരം ചെയ്ത് എന്തോ ചെയ്യാൻ? എത്ര വലിയ കാര്യത്തിൽ നിന്റെ ബിസിനസ് നന്നാകാതിരിക്കാൻ? നിന്റെ ബിസിനസ് നന്നായി അവനെന്താ? അവൻ്റെ ബിസിനസ് നന്നാകാൻ അവൻ വല്ലതൊക്കെ ചെയ്തോളൂ. നിന്റെ ബിസിനസ് അവൻ നന്നായാലും അവനെന്താ? നിന്റെ ബിസിനസ് കൂട്ടുന്നതിനകത്ത് മിക്കവാറും ദൈവത്തിൻ്റെ കൈയാണെന്ന് മനസ്സിലാക്കുക, അല്ലാതെ ശത്രുവിൻ്റെ കൈയൊന്നും അല്ല. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ഒരു പ്രാർത്ഥനക്കാരനുണ്ടായിരുന്നു, ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. അവൻ ഒരു ദിവസം വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പേരവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ആളാണ്, ഒരു പ്രാർത്ഥനക്കാരനാണ്. ഒരു സ്റ്റോറിയാണ്. പ്രാർത്ഥനക്കാരൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് വീടിൻ്റെ പുറത്ത് വലിയൊരു പാറ കിടക്കുന്നു. അവന് മനസ്സിലായി ഇത് ശത്രു കൊണ്ടിട്ടതാണെന്ന്. അവനൊരു തകത്ത് ചെന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ പാറ മാറിപ്പോകണമേ, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങളെ നീ ബന്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥിച്ചിറങ്ങി നോക്കി, പാറ അവിടെ തന്നെയുണ്ട്. പാറ പോയില്ല.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പിന്നെ അകത്ത് കയറി ചിന്തിച്ച് വെറുതെ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. അവൻ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവൻ വന്ന് നോക്കി, ഇത് പാറയോ എന്ന്. പാറ അവിടെ തന്നെ ഉണ്ട്. അവനത് 7 ദിവസമാക്കി. 3, 7 അങ്ങനെയാണല്ലോ പോകുന്നത്. 7 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇത് മാറിയില്ല. ഒടുവിൽ 21 ദിവസം ഉപവാസം എടുത്ത് 21 ദിവസം ഉപവാസം എടുത്തിട്ട് മാറിയില്ല. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ എന്ത് എന്നോട് കാണിക്കുന്നത്? ഈ പാറ മാറിപ്പോണത് നീ 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ മാറാത്തത്? കർത്താവ് പറഞ്ഞു, അതെ തന്നെ മാറത്തില്ല, നീ മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റാനോ? അതെ, നീ മാറ്റണം. അവൻ എന്ത് ചെയ്തു? അവൻ വന്നിട്ട് ഇവത്തെ പിടിച്ച് നോക്കാൻ പറഞ്ഞു. ഉപവാസമല്ലേ, കുറച്ച് നേരമൊക്കെ പിടിച്ച് നോക്കിയിട്ടൊന്നും മാറുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, മോനെ പോയി വല്ലതും കഴിക്കും. കഴിച്ച് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുക? ഇത് മാറ്റാനായിട്ട് പരിശ്രമിക്കുക. അന്ന് അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് മാറ്റാൻ നോക്കി, മാറിയില്ല. അവൻ കർത്താവിനോട് പിന്നെയും അവൻ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നാളെ നോക്ക്. അവൻ പിറ്റേ ദിവസം വന്നു. അങ്ങനെ 5-6 മാസം ഇവൻ എന്ത് ചെയ്ത്? എല്ലാ ദിവസവും രാവിലെ വന്നത്തെ പരിപാടി പാറ മാറ്റാനായിട്ട് പരിശ്രമിക്കുകയാണ്. 6 മാസം പരിശ്രമിച്ചിട്ടും ഈ പാറ മാറിയില്ല. ഉടനെ അവൻ കർത്താവ് പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞനുസരിച്ച് ഞാൻ ഇത് പാറ മാറ്റാനും നോക്കി, ആ ശത്രു കൊണ്ടിട്ട പാറ ഇതുവരെ ആയിട്ടും മാറിയില്ല. കർത്താവ് ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? ആ ശത്രു കൊണ്ടിട്ട പാറയോ? പിന്നെ അല്ലാതെ? എടാ, ആ ശത്രു അല്ല കൊണ്ടിട്ടത്, പിന്നെ ആരാ? ഞാനാണ് അതവിടെ കൊണ്ടിട്ടത്. കർത്താവേ നീയാണ് ഇത് കൊണ്ടിട്ടത്, എൻ്റെ വീടിൻ്റെ മുമ്പ് നീ എന്തിനാ ഇത് കൊണ്ടിട്ടത്? അത് ഞാൻ നോക്കിയപ്പോൾ നിൻ്റെ മസിൽസൊക്കെ വളരെ ചെറുതാണ്, നിൻ്റെ സ്പിരിച്വൽ മസിൽസ് ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, നീ ഒന്ന് അധ്വാനിച്ചാലേ പറ്റുള്ളൂ മനസ്സിലായതുകൊണ്ട് ഞാനൊരു പാറ കൊണ്ടിട്ടതാ. ഇപ്പം കണ്ടോ, നിൻ്റെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആയി. 6 മാസം ഈ പാറയിലിട്ട് പിടിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിൻ്റെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കൊണ്ടിട്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം സാത്താൻ കൊണ്ടിരുന്ന ഒന്നും അല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് തന്നെ അവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ കൊണ്ടിരുന്നത്, പിശാചല്ല. പിശാച് നമ്മുടെ നന്മ എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ ചിന്തിക്കില്ല. അവൻ ഇച്ചിരി കൂടുതൽ തന്നേലേ ഉള്ളൂ. കാര്യം ഇച്ചിരി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോളും? ദൈവത്തിൽ നിന്ന് അകന്നോളും. ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് നന്മ കൊണ്ട കൊടുക്കത്തേ ഉള്ളൂ പിശാച്, നോർമലി. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പിശാച ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ ഈ പ്രവാചകന്മാർ വന്ന് നിങ്ങളെ വഞ്ചിക്കരുത്. നിങ്ങളുടെ പൈസയും കൊണ്ടുപോകും, നിങ്ങളുടെ സമാധാനം കൊണ്ടുപോകും. മറ്റുള്ളവരാണെങ്കിൽ ഒന്നുമില്ല, പൈസയെ കൊണ്ടുപോകില്ല. കള്ളം വരുന്നതിനേക്കാളും കഷ്ടമാണ്. കള്ളം വന്നാൽ പൈസയുടെ കൊണ്ടുപോകുള്ളൂ. ഇത് അതുമല്ല, മനസമാധാനം കൂടെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കാനും എന്തൊരു നിങ്ങൾ ചിരിച്ചാൽ മാത്രം പോരാ, ഇതൊരു ഫാക്റ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഈ പ്രവാചകന്മാർ വന്ന് ഇങ്ങനെയുള്ള വേദവിപരീതമായ ഉപദേശങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ല എന്ന്. ഞാൻ ബ്ലാക്ക് മജീഷ്യൻസിൻ്റെ കൂടാരമാണ് ആഫ്രിക്ക, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടുത്തെ കാര്യം പോലൊന്നുമല്ല. അവിടെ ഈ കാര്യങ്ങളൊക്കെ വിസിബിളായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിലാണ് എൻ്റെ പ്രവർത്തനം. അവിടെ സ്ഥിരമായിട്ട് ഞാൻ അവിടെ പറയുന്ന കാര്യമാണ്, എനിക്കെതിരെ ഈ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മജീഷ്യനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ആഭിചാരം ചെയ്തോ, എനിക്കത് പറ്റത്തില്ല. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. അതെനിക്ക് ബോധ്യമുണ്ട്. പിന്നെ ആഹാരത്തിലൂടെ, മുട്ടയ്ക്കകത്തൂടെ നിങ്ങൾ എന്ത് ബ്ലാക്ക് മാജിക് ചെയ്തും എനിക്ക് എന്തെങ്കിലും തന്നോ, മുട്ട ഞാൻ തിന്നോളാം, ചീമുട്ട ആകരുതെന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്നും പറ്റത്തില്ല. മുട്ടയ്ക്കകത്തോടൊന്നും പിശാച് നിങ്ങളുടെ ഉള്ളിൽ കയറത്തില്ല പ്രിയമുള്ളവരെ. അത് ആദ്യം മനസ്സിലാക്കുക. വേറെ എവിടെയെങ്കിലും മുട്ടയ്ക്കകത്തോടെ പിശാച് കയറി പറഞ്ഞിട്ടുണ്ടോ? ഇത് എവിടെ നിന്ന് വന്നതാണ് നിങ്ങൾ ആലോചിക്കണം. ഈ ഈസ്റ്റേൺ ചിന്താഗതി, ഈ വേദപുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് എണ്ണ കൊടുത്ത് ഛർദ്ദിപ്പിച്ച് പിന്നെ അതിലേക്കൂടെ പോയി ഛർദ്ദിലൂടെ പിശാച് ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുന്നത് എവിടുത്തെ ആഭിചാരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഐ എം നോട്ട് ജോക്കിങ്. ഇതൊന്നും പറയണമെന്ന് വെച്ച് പറയുന്നതല്ല. ഇങ്ങനെ മനുഷ്യനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ ഛർദ്ദിലൂടെ ഒന്നും പോകുന്നൊന്നും അല്ല ഈ പിശാച് എന്ന് പറയുന്നത്. പിശാച് വയറ്റിലൊന്നും അല്ല കിടക്കുന്നത്. പിശാച് നിങ്ങളുടെ തലയിലും ഹൃദയത്തിലും ഒക്കെ കയറി കിടക്കുന്നത്. അതൊക്കെ കളയണമെങ്കിൽ വയറ്റിൽ നിന്ന് ഛർദ്ദിച്ചാലൊന്നും പോകത്തൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഓക്കെ, ക്രോസ് ശത്രുത്വമില്ലാതെയാക്കി. പ്രവാചകന്മാർ വന്ന് പിന്നെ ശത്രുത്വം ഉണ്ടാക്കരുത്. നിങ്ങളുടെ ക്രൂശ്, കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് നീയും നിന്റെ സഹോദരനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കാനാണ്. പിശാച് മനുഷ്യനെ ശത്രുക്കളാക്കാനായിട്ട് നോക്കുമ്പോൾ കർത്താവ് വന്നിട്ട് നിങ്ങളുടെ ശത്രുത്വം ഇല്ലാതെയാക്കാൻ കാൽവറി ക്രൂശിൽ രക്തം കൊടുത്തിട്ട് നിന്റെ സഭയിൽ നിന്റെ കൂടെ ആരാധിക്കുന്ന നിന്റെ സഹോദരനെ ശത്രുവായിട്ട് കണക്കാക്കത്തക്ക നിലയിൽ ഒരു പ്രവാചകൻ വന്ന് സംസാരിച്ചാൽ, ഐ ഹാവ് ഹേർഡ് ഇറ്റ് മെനി ടൈംസ്. കൂട്ട് സഹോദരനെതിരായിട്ട്, കൂട്ട് ശുശ്രൂഷകനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഒരു പ്രവാചകൻ ഒരാളോട് പറയുന്നത് കേട്ടോ. ഒരു പാസ്റ്ററോട് പറയാണ്, അച്ചായൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം സഭയിൽ നിന്ന് അറിയുന്നതാണ്. ഇപ്പോൾ അച്ചായൻ ശുശ്രൂഷ ഏൽപ്പിച്ചേച്ച് പോകുന്ന ആൾ അച്ചായനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എൻ്റെ ബ്രദറെ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണല്ലോ. അദ്ദേഹം ഒരിക്കലും എനിക്കെതിരെ അങ്ങനെ ചെയ്തില്ല. അങ്ങനല്ല. അദ്ദേഹം കുറച്ചേരം കണ്ണടച്ചിരുന്നിട്ട് പിന്നെ പറഞ്ഞു, അല്ല, അച്ചായനെതിരെ അദ്ദേഹം ചില ആലോചനകൾ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം, എന്തൊരു കഷ്ടം. ദൈവസഭയെ വിഘടിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള പ്രവാചകന്മാർ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ എന്ത് ചെയ്യാനാ?
യു നീഡ് ടു ബി വെരി കെയർഫുൾ, വെരി കെയർഫുൾ. ഞാൻ പ്രവചന ശുശ്രൂഷയുള്ള ആളാണ്, ഞാൻ പ്രവചിച്ചിട്ടുമുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, കൃപാവരങ്ങളൊക്കെ അനുഭവിക്കുക മാത്രമല്ല ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര തൻ്റെ അടുത്തോടെ പറയുന്നത്. അല്ലെങ്കിൽ പ്രവാചകന്മാർ എൻ്റെ അടുത്ത് വന്ന് പറയും, എന്തുവാ ഇയാൾക്ക് ഇല്ലാത്തതിൻ്റെ കൊതിക്കറുവാന്ന് പറയും. അങ്ങനൊന്നുമല്ല. ഐ എം നോട്ട് ജോക്കിങ്. ഇല്ലാത്തതിൻ്റെ കൊതിക്കറുവൊന്നും അല്ല. ഈ രീതിയിലുള്ള ഒരു എന്താണ് ദൈവവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ അരങ്ങേറുന്നത് കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്രൂശ് ശത്രുത്വമില്ലാതെയാക്കി. നമ്മൾ ശത്രുത്വം ഉണ്ടാക്കുവാനായിട്ട് ഒരാളെയും ഒരു ശുശ്രൂഷകനെയും അനുവദിച്ചുകൂടാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ക്രൂശ് നമ്മളെ നീതീകരിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നീതീകരിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റിഫൈഡ്, ദാറ്റ് മീൻസ് നേരെയാക്കുക. പല അർത്ഥങ്ങൾ അതിനുണ്ട്. പക്ഷേ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് ലെവൽ ചെയ്യാന്നുള്ളത്. നീതീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ചെയ്യാന്നുള്ള. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇടയ്ക്കൊന്നും ഇല്ലാത്ത നിലയിൽ എന്താണ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനും നിങ്ങൾക്ക് മധ്യത്തിൽ ഈ പോഡിയം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മധ്യത്തിൽ വാസം പറഞ്ഞു കഴിഞ്ഞാൽ നീതിയില്ല എന്ന് പറയുന്നത്. സെദാക്ക എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? എനിക്കും നിങ്ങൾക്ക് മധ്യത്തിൽ വേറെ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ്, എനിക്കും ദൈവത്തിനും മധ്യത്തിൽ മറ്റൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജാണ് വാസ്തവത്തിൽ നീതീകരിക്കുക എന്ന് പറയുന്നത്. പാപത്തിൻ്റെ വന്മതിൽ എനിക്കും ദൈവത്തിനും മധ്യം ഉണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? യേശു കർത്താവ് വന്ന പാപത്തിൻ്റെ വന്മതിൽ നീക്കി എനിക്കും ദൈവത്തിനും മധ്യത്തിനുണ്ടായിരുന്ന വേർപാടിൻ്റെ ആ നടിച്ചുവർ അവൻ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഇപ്പോൾ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ പാപത്തിൻ്റെ വന്മതിലില്ല. ഐ ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗാഡ്. ആൻഡ് ഓൾസോ അതിൻ്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് നേരെയാക്കുക, ലെവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താഴെ കിടക്കുന്ന ഒന്നിനെ വലിച്ചു പൊക്കിയെടുത്ത് നേരെയാക്കുക എന്നുള്ളതാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അധമപാതാളത്തിലേക്ക് വീണുകൊണ്ടിരുന്ന എന്നെ അവൻ വലിച്ചെടുത്ത് ദൈവത്തിൻ്റെ ലോകത്തോട് നേരെയാക്കി. ഇപ്പോൾ നേരെയാക്കിയത് കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ലോകത്തേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. See, because I was deep down and God was sitting somewhere very high. So I couldn't just enter into the presence of God because I was so down that I couldn't come up by myself. You know what happened? The blood of Jesus അതെന്നെ അധമപാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ താഴോട്ട് വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. താഴെ ചെന്ന് കാണത്തില്ല, പക്ഷെ താഴോട്ടായിരുന്നു. ഐ വാസ് ഹെഡിങ് ടുവേർഡ്സ് ഹെൽ. അങ്ങനെ പാപത്തിൻ്റെ ലോകത്ത് ജീവിച്ച് അധമപാതാളത്തിലേക്ക് വീണുകൊണ്ടിരുന്ന എന്നെ അവൻ അവിടെ നിന്ന് വലിച്ചു പൊക്കിയെടുത്ത് ദൈവത്തിൻ്റെ ലോകത്തിന് നേരെയാക്കിയിട്ട് പറഞ്ഞു, നൗ യു ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗാഡ്. അതാണ് അവിടെ താഴെ പറയുന്ന 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നതായ കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് ദൈവത്തിൽ സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വി ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗാഡ്. ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനാണ് ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ക്രൂശ് നമ്മളെ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദൈവവും നമുക്ക് മധ്യത്തിലുണ്ടായിരുന്ന വേർപാടിനെ നടിച്ചോർ ഇടിച്ചു കളഞ്ഞത് മാത്രമല്ല, അവൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ കാൽവറി ക്രൂശ് എനിക്കൊരു പാലം പോലെ ആയിത്തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് എനിക്കിപ്പോൾ നടന്നു കയറാൻ കഴിയും കാൽവറി ക്രൂശിലൂടെ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് the cross of Christ, it is reconciliation. 2 Corinthians chapter 5 verse 18 to 19. 2 Corinthians chapter 5 verse 18 to 19 അവിടെ വായിക്കുന്നത്, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടത് നീതീകരിച്ചതാണ് അല്ലേ? ജസ്റ്റിഫൈഡ്. നൗ ഇറ്റ് ഈസ് റിക്കൺസൈൽഡ്. റിക്കൺസൈൽഡ് എന്ന് പറയുമ്പോൾ നിരപ്പിച്ചു എന്ന വാക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ അർത്ഥമുണ്ട്. റിക്കൺസൈൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പിണങ്ങിയിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ റിക്കൺസൈൽ ചെയ്യും നമ്മൾ പറയും. എന്താണ്? അവരെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ദൈവത്തിൻ്റെ കയ്യിലോട്ട് എൻ്റെ കരങ്ങളെ വെച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ്. ശത്രുക്കളായിരുന്ന രണ്ടുപേരുടെ മധ്യസ്ഥനാവുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നു, യേശു നമ്മുടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. വേറെ അത് ഇവിടെ കൊണ്ട് നിർത്തരുത്. ഈ പാസേജസ് നിങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് വിക്ടറി ഓവർ ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളുടെ മേലും വിജയം നേടിത്തന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി.
നോക്കുക, ക്രൂശിലാണ് ജയോത്സവം കൊണ്ടാടിയത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവനൊരു വിജയമായെന്നാണ്. പ്രിയമുള്ളവരെ, പണ്ട് സിക്കിദാനിലെ പച്ചനുണ്ടായിരുന്നു പറയുമായിരുന്നു. ഞാൻ കൊച്ചായിരുന്ന സമയത്ത് ഈ പ്രായമുള്ള ഒത്തിരി പേരുമായിട്ടും അടുത്ത് കുറച്ചൊക്കെ ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഞാനിപ്പോഴും ഓർക്കുന്നു. ഇതൊക്കെയും പുസ്തകം പഠിക്കാത്തതിൻ്റെ കുഴപ്പമല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഇതൊക്കെയും പുസ്തകം പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എന്ത്? ക്രൂശ് ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ പകൽ വെളിച്ചം പോലെ എഴുതി വെച്ചിരിക്കുകയാണ്, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിലാണ് ജയോത്സവം കൊണ്ടാടിയത്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശ് സകല അന്ധകാര ശക്തികളുടെയും മേലുള്ള ജയോത്സവമായിരുന്നു. അവരെ ആയുധവർഗം വെപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ഒരു പട്ടാളം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് തോൽക്കുമ്പോൾ, ഇപ്പോൾ അങ്ങനെയൊന്നും നടക്കാറില്ല, പക്ഷെ പണ്ട് കാലത്ത് തോറ്റ പട്ടാളക്കാർ ഈ ജയിച്ച രാജ്യത്തിന് അല്ലെങ്കിൽ പടനായകൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ ആയുധം താഴെ കൊണ്ട് വെക്കണം. അടുത്ത കാലയളവിൽ അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രിഗേഡിയറുകളൊക്കെ അറിയാം. ജനറൽ സാം മനക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജനറൽ സാം മനക്ഷേ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഇതേപോലെ ആയുധവർഗം വെപ്പിക്കുക എന്നതുപോലെ എന്താണ് ഒരു മാർച്ച് പാസ്റ്റ് സാം മനക്ഷേ വന്ന് നിൽക്കും. എന്ത് ചെയ്യും? the soldiers of the other country, they were coming and laying their arms down. അതുപോലെ ഒരു പ്രവൃത്തിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത്. എന്ത്? ക്രൂശിൽ അവൻ ജയാളിയായതുകൊണ്ട് അവൻ ശത്രുവർഗത്തോട് മുഴുവൻ പറയുകയാണ്, കാം, എന്ത് ചെയ്യണം? എൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആയുധം കൊണ്ടുവയ്ക്കുക. അങ്ങനെ അവരെ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യ കോലമാക്കി, മെയ്ഡ് ദം എ പബ്ലിക് എക്സാമ്പിൾ. അപ്പോൾ ക്രൂശിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് യേശു ഒരു പരസ്യകോലമായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ അദൃശ്യ ലോകത്തിൽ കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശുവാണ് ജയോത്സവം കൊണ്ടാടുന്നത്. നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വെടിയുന്ന യേശുവിനെയാണ് കാണുന്നത്. പക്ഷേ അദൃശ്യ ലോകത്തിൽ അവൻ്റെ കരച്ചിൽ ഒരു ജയോത്സവമാണ്. In the visible world, in the history, in fact, he was crying before he was dying, and he was dead. അവൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്? അവൻ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. പക്ഷേ പോള് വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച് കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അതൊരു കരച്ചിലല്ല, പ്രത്യുത he was proclaiming victory. വിജയം കൊണ്ടാടുകയാണ്. വിജയത്തിൻ്റെ വലിയ ഒരു ആർത്തന ഒരു വലിയ ഒരു ശബ്ദമാണ്. It's really he was proclaiming victory. ഇതാ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ജയോത്സവം കൊണ്ടാടി. Hallelujah. This is what exactly the cross was doing. I'm not explaining it. Come on. And the cross of Christ is salvation for mankind. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് ഇതിനപ്പുറത്ത് വേറെ ഒരു കാര്യവും ആവശ്യമില്ലാതെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യവും 18-ാം വാക്യവും അതിൻ്റെ 23-ാമത്തെ വാക്യവും നമ്മളിന്ന് വായിക്കുമ്പോഴത്തേക്ക് ക്രോസ് എന്താണ്, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് നമുക്ക് അവിടെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. വേഴ്സ് 17 17-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. വേഴ്സ് 18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ് ഫോർ സാൽവേഷൻ. നാം രക്ഷിക്കപ്പെടുന്നത് നമുക്കതൊരു ദൈവശക്തിയാണ്. രക്ഷിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പവർ ദാറ്റ് വി സീ ഓർ വി കൺസിഡർ വെൻ വി ആർ വർഷിപ്പിംഗ് ഗാഡ്. അതൊന്നുമല്ല, അങ്ങനെ ഒരു ശക്തിയെക്കുറിച്ചല്ല പറയുന്നത്. It has got the power to save mankind. സാൽവേഷൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് എന്ത്? ക്രോസ് എന്ന് പറയുന്നത്, ക്രൂശിൻ്റെ വചനം. അല്ലാതെ ഈവൻ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ വചനം പോലുമല്ല. ഞാൻ പറഞ്ഞത് ഉയിർത്തെഴുന്നേൽപ്പ് ഇസ് ഓഫ് കോഴ്സ് ദാറ്റ്സ് എ ബിഗ് തിങ്. പക്ഷേ ക്രൂശിനെ അങ്ങനെ അവഗണിച്ച് പറയാനൊന്നും ആർക്കും കഴിയത്തില്ല. ക്രൂശ് ഒരു പരാജയമാണെന്നല്ല, ക്രൂശിൻ്റെ വചനം, അല്ലാതെ ഉയിർപ്പിൻ്റെ വചനമെന്നല്ല, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയും ആകുന്നു. വേഴ്സ് 22 നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നല്ല പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്നത്, ഇന്ന് വലിയൊരു പ്രീച്ചറാ, ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല, ഞാൻ പ്രസംഗിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. പക്ഷേ പോൾ പറയാണ്, പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്.
സാജു പ്രസംഗിക്കുന്നതും ക്രൂശിക്കപ്പെട്ട യേശുവിനെ തന്നെയാണ്. പോളിന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചാൽ മതിയായിരുന്നെങ്കിൽ എനിക്കും അത് മതി. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ദയവായിട്ട് വിശ്വസിക്കരുത്. ക്രൂശിലാണ് അവൻ ജയോത്സവം കൊണ്ടാടിയത്. അവൻ ഉയിർത്തെഴുന്നേറ്റു എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. അവൻ ഉയിർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. ഐ ബിലീവ് ഇറ്റ്. പക്ഷേ ക്രോസ് ഒരു പരാജയമാണെന്ന് പറയണമെങ്കിൽ അസാമാന്യമായ വേദ അജ്ഞത ആവശ്യമാണ്. അസാമാന്യമായ വേദ വിജ്ഞാനമല്ല, അസാമാന്യമായ വേദ അജ്ഞത ആവശ്യമാണ് ക്രോസ് ഒരു പരാജയമാണെന്ന് പറയണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഫൈനലി ഞാൻ ക്രോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒടുവിലായിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് കംപ്ലീറ്റ്. അത് കംപ്ലീറ്റ് ആണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്. അതിനോട് കൂടെ മറ്റൊന്നും ആവശ്യമില്ല. നമ്മൾ 1 Corinthians chapter 2 verse 2 നമ്മൾ കാണുമ്പോൾ അവിടെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും, അവിടെ പോൾ പറയുന്ന 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വേറെ ഒന്നും അറിയാത്തവൻ. എന്തുകൊണ്ട്? ക്രൂസിന് അഡീഷൻസ് ഒന്നും വേണ്ട. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രോസ് പ്ലസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന് 30-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന അവസാനത്തെ വാക്കെന്താണ്? ഇതാ സകലതും നിവൃത്തിയായി എന്നാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എവറിതിങ് ഈസ് ഗിവൺ. എല്ലാം കൊടുത്തു വീട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ കൊടുത്തു വീട്ടാനായിട്ട് ഒന്നുമില്ല. സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, അതിനാവശ്യമായിരിക്കുന്ന ഒരേ കാര്യമുള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് എ ക്രോസ് ആൻഡ് ക്രോസ് പ്ലസ് നത്തിങ്. ക്രൂശ് അല്ലാതെ അതിനപ്പുറത്തായിട്ട് വേറെ ഒരു കാര്യവും ആവശ്യമില്ല. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിൻ്റെ പരിമിതിക്ക് അനുസരിച്ച് വെച്ച് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ ഇന്ന് ആർക്കും ഈ ക്രൂശ് വേണ്ടാതായിരിക്കുന്നു. ദാറ്റ്സ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ഓസ്വാൾഡ് ചേംബേഴ്സ് പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓൾ ഹെവൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. സകല സ്വർഗവും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓൾ ഹെൽ ഈസ് ടെറിബിളി അഫ്രൈഡ് ഓഫ് ഇറ്റ്. നരകത്തിന് ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ടെറിബിളി അഫ്രൈഡ്. ഭയങ്കര ഭീതിയാണ്. while men are the only beings who more or less ignore its meaning. എന്നാൽ ക്രൂശിൻ്റെ അർത്ഥം അവഗണിക്കുന്നത്, അതായത് ഇതിനെ നിസാരവൽക്കരിക്കുന്നത് മനുഷ്യവർഗം മാത്രമാണ്. All heaven is interested in the cross of Christ. All hell is terribly afraid of it, while men are the only beings who more or less ignore its meaning. Vincent Havener പറയുന്ന ഒരു വാചകം, we need men of the cross with the message of the cross bearing the marks of the cross. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ക്രൂശിൻ്റെ മനുഷ്യരെയാണ്. ക്രൂശിൻ്റെ സന്ദേശവുമായി പോകുന്ന ക്രൂശിൻ്റെ മനുഷ്യർ തന്നെയല്ല, ക്രൂശിൻ്റെ പാടുള്ള, ക്രൂശിൻ്റെ ദ മാർക്ക് ഓഫ് ദ ക്രോസ്. പോൾ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം വഹിക്കുന്നു. ഇന്ന് കുരിശിൻ്റെ പാടുള്ള എത്ര സുവിശേഷകർ നമുക്കുണ്ട്, ക്രോസിൻ്റെ മാർക്കുള്ള എത്ര സുവിശേഷകർ നമുക്കുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് we need men of the cross who is having a message of the cross bearing the marks of the cross. എഡ്വേർഡ് ടോസർ പറഞ്ഞ ഒരു വാചകം കൂടെ ഞാൻ പറയട്ടെ. The old cross slew men, the new cross entertained them. പഴയ ക്രൂശ് മനുഷ്യനെ കൊല്ലുകയായിരുന്നു, ഇന്ന് പുതിയ ക്രൂശ് മനുഷ്യനെ എൻ്റർടൈൻ ചെയ്യുകയാണ്. And the old cross condemns and the new cross amuses. പഴയ ക്രൂശ് ന്യായം വിധിക്കുകയായിരുന്നു, എന്നാൽ പുതിയ ക്രൂശ് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ആൻഡ് ദി ഓൾഡ് ക്രോസ് ഡിസ്ട്രോയ്സ് കോൺഫിഡൻസ് ഇൻ ഫ്ലഷ്. പഴയ ക്രൂശ് നമ്മുടെ ജഡത്തിലുള്ള നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിച്ച് കളയുകയായിരുന്നു. ആൻഡ് ദ ന്യൂ ക്രോസ് എൻകറേജസ് ഇറ്റ്. ദിസ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി ഫേസ് ഇൻ ദീസ് ഡേയ്സ്. ഓ മൈ ഫ്രണ്ട്സ്, ലോകത്തിൽ 2 തരത്തിലുള്ള ജനങ്ങളെ ഉള്ളൂ. ഞാനത് നാളെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ നമുക്ക് പറയാം. 1 ക്രൂശിൽ പ്രശംസിക്കുന്നവർ, 2 ക്രൂശിൻ്റെ ശത്രുക്കൾ. ലോകത്ത് 2 തരത്തിലുള്ള ആളുകളെ ഉള്ളൂ. 1 ക്രൂശിൽ പ്രശംസിക്കുന്നവർ, 2 ക്രൂശിൻ്റെ ശത്രുക്കൾ. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് 2ലും കൂടെ ആളാകാനായിട്ട് പറ്റത്തില്ല. നമ്മളോട് തന്നെ ചോദിക്കണം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്താണ് എനിക്ക്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്നിൽ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എനിക്ക് എന്താണ് ചെയ്തു തീർത്തത്? ന്യായപ്രമാണത്തിൻ്റെ അടിമയായിരുന്ന എൻ്റെ വിയർപ്പിൻ്റെ ലോകത്ത് നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് എത്ര പരിശ്രമിച്ചാലും എൻ്റെ നിഷ്ഫലമായ അധ്വാനം, അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എൻ്റെ അധ്വാനം എത്ര കൂടിയാലും വേണ്ടിയില്ലായിരുന്നു, ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ ചെന്ന് കയറുവാൻ, ദൈവ സംസർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ കഴിയുമായിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ദൈവ സംസർഗത്തിലേക്ക്
എനിക്ക് വേണ്ടി മോസസ് ഒരു കയറേണി ഇറക്കി തന്നപ്പോൾ എനിക്കത് പിടിച്ച് കയറാൻ കഴിവില്ലാതിരുന്ന സമയത്ത് യേശു കർത്താവ് ഇറങ്ങി വന്നവൻ്റെ രക്തം കൊടുത്ത് ആത്മാവിൻ്റെ ചിറകുകളെ എനിക്ക് വെച്ച് തന്ന് ദൈവത്തിൻ്റെ സംസർഗത്തിലേക്ക് എന്നെ വലിച്ചു കയറ്റിയതായ ആ ക്രോസാണ് അധമ പാതാളത്തിലേക്ക് താഴെ വീണുകൊണ്ടിരുന്ന എന്നെ അവൻ കരം പിടിച്ച് ഉയർത്തി ദൈവത്തിൻ്റെ ലോകത്തോട് നിരപ്പിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, കമോൺ, ഈ ക്രോസ് അവൻ എനിക്കും എൻ്റെ ലോകത്തിനും ദൈവത്തിൻ്റെ ലോകത്തിനും മധ്യത്തിലേക്ക് ആ വിടവ് നികത്തുവാൻ അവൻ്റെ ക്രോസ് വെച്ച് തന്നിട്ട് അവൻ പറഞ്ഞു, നടന്നോ, യു ഹാവ് ആക്സസ് ടുവേർഡ്സ് ദ കിങ്ഡം ഓഫ് ഗാഡ്, യു ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോട് സമാധാനമുണ്ട്, നടന്ന് കയറിക്കോളാൻ പറയുകയാണ്. ഹൗ അബൌട്ട് ദ ക്രോസ്? വാട്ട് ഈസ് ക്രോസ് ടു യു? എന്താണ് യേശുവിൻ്റെ ക്രൂശ് നിങ്ങൾക്ക്? നമുക്ക് ഇവിടെ കണ്ണുകളെ അടയ്ക്കാം. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഹല്ലേലൂയ. തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കാത്തവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അതിന് മുമ്പ് അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ക്രൂശ് എടുക്കുകയാണ്. ഗോതമ്പ് മണി നിലത്ത് മണി ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചവനെന്ന നിലയിൽ യവനന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അത്ഭുതം പ്രവർത്തിക്കുന്നവനെന്ന നിലയിൽ യവനന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ എം ഡൈയിങ് ആൻഡ് ഐ എം ഗ്ലോറിഫൈഡ്. ഡെത്ത് ഈസ് ഗ്ലോറി എന്നുള്ള വലിയ യാഥാർത്ഥ്യം, മരണമാണ് മഹത്വം എന്നുള്ള വലിയ യാഥാർത്ഥ്യം. എൻ്റെ തകർച്ചയിൽ നിന്ന് മാത്രമേ എനിക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ പുറന്തോട് പൊട്ടുമ്പോൾ മാത്രമേ എന്നിൽ നിന്ന് മുള പൊട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആ ഒരു ക്രോസ് എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവേ, ഒരു ഗോതമ്പ് മണി നിലത്ത് മണി ചാകുന്നത് പോലെ, അതിൻ്റെ പുറന്തോട് പൊട്ടിപ്പോകുന്നത് പോലെ എൻ്റെ പുറന്തോട് പൊട്ടിപ്പോകട്ടെ, എൻ്റെ സെൽഫ് പൊട്ടിപ്പോകട്ടെ, എൻ്റെ ഇച്ഛകൾ തകർന്നു കൊള്ളട്ടെ. അതിനപ്പുറത്ത് കർത്താവേ, എനിക്കറിയണം, എന്നിൽ നിന്ന് മുള പൊട്ടുന്ന ആ അനുഭവം എനിക്കുണ്ടാകണം. അനേകർക്ക് ജീവനായി തീരേണ്ടതിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാ കർത്താവേ എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഏറ്റെടുക്കുവാൻ. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ത് ചെയ്തോ അതേപോലെ തന്നെ എൻ്റെ ക്രൂശ് ഏറ്റെടുത്തുകൊണ്ട് അതേ പ്രവൃത്തി തികയ്ക്കുവാൻ തക്കവണ്ണം നമുക്കൊരിക്കലും ഒരു പ്രായശ്ചിത്തമരണമാകുവാൻ കഴിയുകയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ എൻ്റെ ക്രോസ് എക്സ്പീരിയൻസിലൂടെയാണ് എനിക്ക് മറ്റുള്ളവർക്ക് ജീവനായി തീരേണ്ടതിന് എന്നെ തന്നെ ഒരു മുളയായി ചെടിയായി വളർത്തുവാൻ തക്കവണ്ണം കഴിയുന്നത്. എനിക്കൊരു തകർച്ച ആവശ്യമുണ്ട്. എൻ്റെ ഔട്ടർ സ്കിൻ തകരേണ്ടത് ആവശ്യമുണ്ട്. എത്ര പേർക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ട്, എൻ്റെ ഔട്ടർ സ്കിൻ ഭയങ്കര കട്ടിയുള്ളതാണ്, എൻ്റെ സെൽഫ് ഭയങ്കര കട്ടിയുള്ളതാണ്, അതൊന്ന് തകർന്നെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത്ഭുതങ്ങളുടെ ലോകത്തിലൂടെ അല്ല, ക്രൂശിൻ്റെ മാർഗത്തിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി പുതിയ ഒരു ലോകത്തിലേക്ക് പ്രവേശനം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എൻ്റെ വിയർപ്പൊഴുക്കിയിട്ടല്ല, യേശുവിൻ്റെ രക്തം കൊണ്ട്. അവൻ്റെ രക്തം കൊണ്ട് എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. എന്നെ അവൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ, കാലെടുത്ത് വയ്ക്കുവാൻ തക്കവണ്ണം എന്നെ അധമ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവത്തിൻ്റെ ലോകത്തോട് സമീപസ്ഥമാക്കി തീർത്ത് അവൻ്റെ കൃപയ്ക്കായി നമുക്ക് അവന് സ്തോത്രം ചെയ്യാം. തന്നെയല്ല, അവൻ ശത്രുത്വം ഇല്ലാതെയാക്കി. ദൈവവും ഞാനും തമ്മിലുള്ള ശത്രുത്വം മാത്രമല്ല, എനിക്ക് ഇന്ന് ലോകത്തിൽ ആരും ശത്രുക്കളായിട്ടില്ല. എല്ലാ മനുഷ്യരെയും നിരപ്പിക്കുവാൻ, എന്നെ മറ്റുള്ളവരോട് നിരപ്പിക്കുവാൻ, മറ്റുള്ളവരെ എന്നോട് നിരപ്പിക്കുവാൻ, ശത്രുക്കളില്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ വന്ന് ശത്രു എന്ന് പറയുമ്പോൾ എൻ്റെ ശത്രു സാത്താൻ മാത്രമാണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ? എൻ്റെ അയൽക്കാരൻ്റെ ശത്രുക്കളല്ല, എൻ്റെ സഹോദരൻ്റെ ശത്രുവല്ല, എൻ്റെ സഭയിലെ വിശ്വാസത്തിൻ്റെ ശത്രുവല്ല, എൻ്റെ പാസ്റ്ററിൻ്റെ ശത്രുവല്ല, എൻ്റെ സെൻട്രൽ പാസ്റ്ററിൻ്റെ ശത്രുവല്ല, എനിക്ക് ആരും ശത്രുക്കളല്ല. ഹല്ലേലൂയ. കർത്താവ് നിരപ്പിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് ഹൃദയത്തിൻ്റെ കയ്പ് വിട്ട് പറയാൻ കഴിയും, കർത്താവേ, എനിക്ക് ശത്രുക്കളില്ല, കർത്താവേ, എൻ്റെ ഈഗോയുടെ പുറന്തോട് നിന്ന് പൊട്ടിച്ച് കളയണമേ, കർത്താവ്, അതിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വരട്ടെ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. അവൻ നമ്മളെ കർത്താവിനോട്, ദൈവത്തോട് നിരപ്പിച്ചു, മറ്റുള്ളവരോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നിഷ്ഫലമായിരുന്ന എൻ്റെ വിയർപ്പിനെ തുടച്ചു കളഞ്ഞ് അവൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധമാക്കുന്ന അവസ്ഥയിൽ എത്ര പേരെന്ന് ദൈവസന്നിധിയിൽ, കർത്താവെ, എനിക്കൊരു തകർച്ച ആവശ്യമുണ്ട്, എനിക്കൊരു ബ്രോക്കൺനെസ് ആവശ്യമുണ്ട്. കർത്താവെ, ഗോതമ്പ് മണി തനിയെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എനിക്ക് പലപ്പോഴും. അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഔട്ടർ സ്കിന്നോടുകൂടെ ഇരിക്കുക. കർത്താവെ, അതിനെ ഒന്ന് തകർക്കണമേ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതിൻ്റെ മാഹാത്മ്യം എനിക്ക് മനസ്സിലാക്കണമേ. ലാസറിനെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലുതാണ് താഴെ വീണ് ചാകുന്നത് എന്ന പുതിയ പാഠം എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. പുതിയ നിയമത്തിൻ്റെ ആ പ്രവേശനം നൽകേണ്ടതിന് വേണ്ടി സ്വയം താഴെ വീണ് ചാകുവാൻ തയ്യാറായ യേശുവേ, ദൈവപുത്ര, അതേ മനോഭാവത്തോടുകൂടെ നിന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണമേ എന്ന് എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ തകർത്ത് കളയാം, നമ്മുടെ സ്വയത്തെ ഒന്നുകൂടെ തകർത്ത് കളയാം. ഒരു ഔട്ടർ സ്കിൻ പൊട്ടുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാകട്ടെ, അതിൽ നിന്ന് മുള പൊട്ടുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാകട്ടെ.
കർത്താവെ, ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് ഒരിക്കലൂടെ കടന്നു വരുന്ന കർത്താവെ, ഞങ്ങളുടെ സ്വയത്തിൻ്റെ ഔട്ടർ സ്കിന്നിൽ നിന്ന് പൊട്ടുന്ന ഒരു രാത്രിയായി തീരട്ടെ കർത്താവെ. കർത്താവെ, ഞങ്ങളെ ദൈവത്തോട് നിരപ്പിക്കുക മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങളോട് നിരപ്പിക്കുവാനായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കിയ നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിയർപ്പിൻ്റെ നിഷ്ഫല ലോകം കഴിഞ്ഞുവെന്നും ഇതാ കർത്താവെ, നിന്റെ രക്തത്താൽ ഞങ്ങൾക്കൊരു പുതിയ പ്രവേശനം ദൈവ സംസർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ആ വലിയ ക്രോസ് എക്സ്പീരിയൻസിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, നിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നത് പോലെ കർത്താവെ, ഞങ്ങളെ തന്നെ സ്വയമായി ഇല്ലാതെയാക്കുന്ന ആ സെൽഫിൻ്റെ ഡിനയലിന് വേണ്ടി ഒരിക്കലൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ എല്ലാ കൃപകൾക്കായും സ്തോത്രം. സർവ്വം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ.